ഒരത്ഭുതം യേശു ചെയ്യും. ഇന്നെന്റെ ആവശ്യത്തിൽ പറയാമോ, ഒരതിശയം സംഭവിക്കും. യേശുവിൻ നാമത്തിനാ ഒരത്ഭുതം യേശു ചെയ്യും. ഇന്നെന്റെ ആവശ്യത്തിൽ ഒരതിശയം സംഭവിക്കും. യേശുവിൻ നാമത്തിനാ സംഭവിക്കും, സംഭവിക്കും, അത്ഭുതങ്ങൾ സംഭവിക്കും. അതു ചെയ്യുവാൻ യേശുവിനു കഴിവുള്ളതാകയാൽ ചോദിപ്പതിലും നിനപ്പതിലും അത്യന്തം പരമായി ചെയ്യുവാൻ എൻ യേശുവിനു കഴിവുള്ള. കൂടെ സംഭവിക്കും, സംഭവിക്കും, അത്ഭുതങ്ങൾ സംഭവിക്കും. അതു ചെയ്യുവാൻ യേശുവിനു കഴിവുള്ളതാകയാൽ ചോദിപ്പതിലും നിനപ്പതിലും അത്യന്തം പരമായി ചെയ്യുവാൻ എൻ യേശുവിനു കഴിവുള്ളതാ. ഒരൗഷധം യേശു നൽകും. ഇന്നെന്റെ സൗഖ്യത്തിനാ യൗവനം പുതുകി വരും. യേശുവിൻ വചനത്തിനാൽ പറയാമോ, ഒരൗഷധം യേശു നൽകും. ഇന്നെന്റെ സൗഖ്യത്തിനാ യൗവനം പുതുകി വരും. യേശുവിൻ വചനത്തിനാ സംഭവിക്കും, സംഭവിക്കും, അത്ഭുതങ്ങൾ സംഭവിക്കും. അതു ചെയ്യുവാൻ യേശുവിനു കഴിവുള്ളതാകയാൽ ചോദിപ്പതിലും നിനപ്പതിലും അത്യന്തം പരമായി ചെയ്യുവാൻ എൻ യേശുവിനു കഴിവുള്ളതാ. സംഭവിക്കും, സംഭവിക്കും, അത്ഭുതങ്ങൾ സംഭവിക്കും. അതു ചെയ്യുവാൻ യേശുവിനും കഴിവുള്ളതാകയാൽ ചോദിപ്പതിലും നിനപ്പതിലും അത്യന്തം പരമായി ചെയ്യുവാൻ എൻ യേശുവിനു കഴിവുള്ള. എൻ യുദ്ധം യേശു ചെയ്യും. എൻ വിശ്വാസ പോർക്കളത്തിൽ ജയമെന്റെ അവകാശമേ. യേശുവിൻ രക്തത്തിനാ പറയാമോ, എൻ യുദ്ധം യേശു ചെയ്യും. എൻ വിശ്വാസ പോർക്കളത്തിൽ ജയമെന്റെ അവകാശമേ. യേശുവിൻ രക്തത്തിനാ സംഭവിക്കും, സംഭവിക്കും, അത്ഭുതങ്ങൾ സംഭവിക്കും. അതു ചെയ്യുവാൻ യേശുവിനു കഴിവുള്ളതാകയാൽ ചോദിപ്പതിലും നിനപ്പതിലും അത്യന്തം പരമായി ചെയ്യുവാൻ എൻ യേശുവിനു കഴിവുള്ളതാൽ സംഭവിക്കും, സംഭവിക്കും, അത്ഭുതങ്ങൾ സംഭവിക്കും. അതു ചെയ്യുവാൻ യേശുവിനു കഴിവുള്ളതാകയാൽ ചോദിപ്പതിലും നിനപ്പതിലും അത്യന്തം പരമായി ചെയ്യുവാൻ എൻ യേശുവിനു കഴിവുള്ളതാ, കഴിവുള്ളതാ. ഓ ഹല്ലേലൂയ.
കരങ്ങളെ ഓർത്ത് വിശ്വസകത്തോ എഴുന്നേക്കാം. വിശ്വാസവാക്കുകൾ പറയാൻ വീണ്ടും എഴുന്നേൽക്കാം. എല്ലാവരും പറഞ്ഞാട്ട്, യേശുവിന്റെ നാമത്തിൽ അസ്ഥികൾ ജീവിക്കട്ടെ, യേശുവിന്റെ നാമത്തിൽ കോശങ്ങൾ ജീവിക്കട്ടെ, യേശുവിന്റെ നാമത്തിൽ ഹൃദയം പിടച്ച് വികസിക്കട്ടെ, യേശുവിന്റെ നാമത്തിൽ അനാവശ്യ കൊഴുപ്പുകൾ ഉരുകി മാറട്ടെ, യേശുവിന്റെ നാമത്തിൽ മുഖത്ത് വെളിച്ചമുണ്ടാകട്ടെ, യേശുവിന്റെ നാമത്തിൽ ആലയത്തിൽ വെളിച്ചമുണ്ടാകട്ടെ, യേശുവിന്റെ നാമത്തിൽ ഗമനാഗമനങ്ങളിൽ വെളിച്ചമുണ്ടാകട്ടെ, യേശുവിന്റെ നാമത്തിൽ നന്മയുടെ അതിരുകൾ വിസ്താരമാകട്ടെ, യേശുവിന്റെ നാമത്തിൽ കൊയ്ത്തിന്റെ അതിരുകൾ വിസ്താരമാകട്ടെ, യേശുവിന്റെ നാമത്തിൽ അത്ഭുതത്തിന്റെ അടയാളത്തിന്റെ വീര്യപ്രവൃത്തിയുടെ അതിരുകൾ വിസ്താരമാകട്ടെ, യേശുവിന്റെ നാമത്തിൽ റേമയുടെ അതിരുകൾ വിസ്താരമാകട്ടെ, സമ്പത്തിന്റെ അതിരുകൾ വിസ്താരമാകട്ടെ, യേശുവിന്റെ നാമത്തിൽ വരുമാനത്തിന്റെയും ദശാംശ അതിരുകൾ യേശുവിന്റെ നാമത്തിൽ വിസ്താരമാകട്ടെ, ആരോഗ്യ സൗഖ്യത്തിന്റെ അതിരുകൾ യേശുവിന്റെ നാമത്തിൽ വിസ്താരമാകട്ടെ. എല്ലാ ദുഷ്ട പ്ലാനുകളെയും യേശുവിന്റെ നാമത്തിൽ റദ്ദ് സാധുവാക്കുന്നു. യേശുവിന്റെ ജീവന്റെ ബലം, യേശുവിന്റെ ഞരമ്പുകളുടെ ബലം, യേശുവിന്റെ കോശങ്ങളുടെ ബലം. എൻ്റെ ദൈവം അസാധാരണ ദൈവമായതുകൊണ്ട് എൻ്റെ ഉയർച്ചകളും അസാധാരണമാണ്. എൻ്റെ ദൈവം അസാധാരണ ദൈവമായതുകൊണ്ട് എൻ്റെ നന്മകളും അസാധാരണമാണ്. ഞാൻ എന്നെ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. എൻ്റെ കുടുംബത്തെ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. എൻ്റെ ഭാവിയെ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. എൻ്റെ സഭയെ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. ഞാൻ എൻ്റെ തലമുറയെ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. എൻ്റെ പാസ്റ്ററെ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. സഹവിശ്വാസികളെ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. എൻ്റെ ശുശ്രൂഷയെ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. ആലയത്തിലെ പണികളെ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. Please be seated. സകല പുകഴ്ചയ്ക്കും സ്തുതിക്കും ഇതേ ഉന്നതമായിരിക്കുന്ന യേശു കർത്താവിൻ്റെ മഹത്വമുള്ള നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും, ജീവിച്ചിരുന്ന് എന്നിൽ വിശ്വസിക്കുന്നവൻ ഒരു നാളും മരിക്കയില്ല എന്ന് പറഞ്ഞ കർത്താവിൻ്റെ നാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനം. ഇന്ന് ഇത്രയും പേർക്ക് ഒരുമിച്ച് കൂടുവാൻ കർത്താവ് അവസരങ്ങളെ ഒരുക്കി. കുറേ നാൾക്ക് ശേഷം എമിലി നമ്മോടൊപ്പം ആയിരിക്കുന്നു. അപ്പോൾ തന്നെ എൻ്റെ മരുമകൻ എന്ന് പറയത്തില്ല, മോൻ എന്നോടൊപ്പം ആയിരിക്കുന്നു. എല്ലാവർക്കും മകളും എന്നോടൊപ്പം ആയിരിക്കുന്നു. ഹല്ലേലൂയ. എല്ലാവർക്കും സ്വാഗതം. ആരെങ്കിലും പുതുതായിട്ട് വന്നിട്ടുണ്ടോ? ആദ്യമായിട്ട് ആരും ഇല്ല അല്ലേ? ബാക്കിയില്ല. ഓക്കെ, എല്ലാവരും പുതുക്കമുള്ളവർ തന്നെ. പഴയ ആൾക്കാരും ഇല്ല, എല്ലാവരും പുതുക്കമുള്ളവർ തന്നെ. എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഈ ശുശ്രൂഷ നിങ്ങളുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കുവാൻ കാരണമാകട്ടെ. എൻ്റെ താല്പര്യം എപ്പോഴും അതാണ്. ഒരു വാക്ക് പറയുന്നെങ്കിൽ ആ വാക്കുകൊണ്ട് ഒരാളുടെ വിശ്വാസം വർദ്ധിക്കണം, ദൈവത്തോട് അടുക്കണം. എന്നോടല്ല, എൻ്റെ പ്രസ്ഥാനത്തോടല്ല, അല്ലെങ്കിൽ സംഘടനയോടല്ല, എൻ്റെ സഭയോടല്ല, ദൈവത്തോട് അടുക്കുവാൻ ഉതകുന്ന വാക്കുകൾ പറയണം. അതാണ് എൻ്റെ എപ്പോഴുമുള്ള താല്പര്യം. എൻ്റെ താല്പര്യമല്ല മാത്രമല്ല, എന്നെ അയച്ചവൻ്റെ താല്പര്യവും അത് തന്നെയാണ്, എന്നെ നിയോഗിച്ചവൻ്റെ താല്പര്യവും അത് തന്നെയാണ്. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആലയത്തിൻ്റെ പണികളെ കർത്താവ് ഇത്രത്തോളം സഹായിച്ചു. എൻ്റെ അവസാന പണികളിലേക്ക് വരികയാണ്. കർത്താവ് നടത്തട്ടെ. കർത്താവ് അത്ഭുത വഴി തുറന്നേ. ഇപ്പോഴും പ്രാർത്ഥിച്ചാണ് ഓരോ വാതിലുകളും തുറക്കുന്നത്. ഒന്നും വെച്ചുകൊണ്ടല്ല, കയ്യിലുള്ള പൈസ വെച്ചിട്ട് അതവിടെ കിടക്കട്ടെ ബാക്കി വരട്ടെ എന്ന് ചിന്തയല്ല കേട്ടോ. അങ്ങനെയാണ് പലരും പ്രവർത്തിക്കുന്നത്. അവരുടെ കയ്യിലെ പൈസ അനക്കത്തില്ല. നമ്മൾ അങ്ങനെയല്ല. നമ്മൾ ദൈവത്തിൻ്റെ ഭണ്ഡാരത്തെ കണ്ടുകൊണ്ടാണ് നമ്മൾ പ്രവർത്തിച്ചത്. ഒന്നും നമ്മൾ ബാക്കി വെച്ചിട്ടില്ല, ഒരിടത്തും ഒരു സേവിങ്സ് ഇട്ടിട്ടില്ല. നമുക്കറിയാം നമ്മുടെ കർത്താവ് മരിക്കത്തില്ല. മരിക്കുമോ? അവന് മരണമില്ല. ഇന്ന് ഒതുക്കേണ്ട ആവശ്യമില്ല. നാളെയും ജീവിക്കുന്നൊരു ദൈവത്തെയാണ് നാം സേവിക്കുന്നത്. അതുകൊണ്ട് ഇതിനെല്ലാം പ്രതിഫലമായിട്ട് അമർത്തി കുലുക്കി കവിയുന്നൊരളവ് മാർവിടത്തിൽ നമുക്ക് ദൈവം തരും. അവൻ ആർക്കും കടക്കാനല്ല. വേണ്ടെന്ന് പറഞ്ഞാലും വേട്ടപ്പെട്ടിയെ പോലെ നന്മയും കരുണയും ആയുഷ്കാലമൊക്കെയും പിന്തുടരും. ഒരാമയും പറഞ്ഞാട്ടെ. അതുകൊണ്ട് നമ്മുടെ കയ്യിലുള്ള എല്ലാ സോഴ്സുകളും ഉപയോഗിച്ചാണ് മുമ്പോട്ട് പോകുന്നത്. ഒന്നും ഒതുക്കലില്ല, തിരിമറിയില്ല, തട്ടിപ്പില്ല. അവിടെ അല്പം ഇവിടെ അല്പം, സൂത്രത്തിന്മേൽ സൂത്രം, ചട്ടത്തിന്മേൽ ചട്ടം, ഇതൊന്നും നമുക്ക് കൃപയാൽ നമുക്കില്ല. കാര്യം നമ്മുടെ വിശ്വാസം ദൈവത്തിലാണ്. അപ്പോൾ തന്നെ അടുത്ത മെയ് മാസം 1-ാം തീയതിക്കകത്ത് എല്ലാ കാര്യങ്ങളും ക്രമീകരിക്കപ്പെട്ടേ മതിയാകും. അപ്പോൾ അറിയാമല്ലോ, മാസം 1-ാം തീയതി ഒരു വിശേഷമുണ്ട്. അപ്പോൾ ആ കാര്യമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾക്ക് ആ പണികൾ പൂർത്തീകരിക്കപ്പെട്ടേ മതിയാകും. ഇപ്പോഴും അവിടെ പണി നടക്കുകയാണ്.
കർത്താവ് എല്ലാവരെയും ബലപ്പെടുത്തട്ടെ. തക്ക സമയത്ത് അതിന് ബാക്കിയുള്ള റിസോഴ്സുകൾ, ബാക്കിയുള്ള ആ പണിക്കൂലി എല്ലാം കർത്താവ് ഒരുക്കി തക്ക സമയത്ത് ഭംഗിയായിട്ട് അത് പൂർത്തീകരിപ്പാൻ സ്വർഗമിടയാക്കട്ടെ. നമ്മുടെ ഓഡിറ്റോറിയത്തിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. അതിനകത്ത് 200 പേരിരുന്നാലും 500 പേരിരുന്നാലും ഒരുപോലെ എഫക്റ്റാണ്. അതതിൻ്റെ പ്രത്യേകത. ഇപ്പോൾ ഒരു മീറ്റിംഗ് അവിടെ നടക്കുകയാണ്. 200 പേരെ വന്നുള്ളൂ, നിറച്ച ആൾ കാണും. 500 പേര് വന്നാലും നിറച്ച് ആൾ കാണും. അതാണ് അതിൻ്റെ പ്രത്യേകത. ആ നിലവാരങ്ങളാണ് അതിൻ്റെ ഓരോ ഘടനയും വന്നിരിക്കുന്നത്. 200 പേരെ ഉള്ളെങ്കിൽ ഫ്രണ്ടിൽ മാത്രം ഇരുന്നാൽ മതി. അല്ല 300 പേര് വന്നാൽ അല്പം കൂടെ ബാക്കിലുള്ള കാര്യം ഓപ്പൺ ആക്കാം. അല്ല 500 പേര് വന്നാൽ പിന്നെയും ഓപ്പൺ ആക്കാം. അങ്ങനെ വളരുന്തോറും വളരുന്നു പറയുന്ന പോലെ വളരുന്ന ഒരു ഓഡിറ്റോറിയമാണ് നമ്മുടെ കൃപയാൽ. അതെല്ലാം ദൈവത്തിൻ്റെ വലിയ പദ്ധതികളാണ്. രക്തം അതിന് മുദ്രയാകട്ടെ. അത് വരും ദിവസങ്ങളിൽ നല്ല നല്ല മീറ്റിങ്ങുകൾക്ക് അനുഗ്രഹമാകട്ടെ. നല്ല നല്ല വിവാഹങ്ങൾക്ക്, നല്ല നല്ല ആരാധനകൾക്ക്, ദൈവസാന്നിധ്യം വിളിച്ചു വരുത്തുന്ന മീറ്റിങ്ങുകൾക്ക് അത് കാരണമാകട്ടെ എന്ന് ഞാൻ നമുക്ക് ശക്തമായി പ്രാർത്ഥിക്കാം. അതിനുമേൽ അത്ഭുതം കർത്താവ് ചെയ്യട്ടെ. നമ്മുടെ കുഞ്ഞുങ്ങളുടെ കാര്യം പ്രത്യേകമായി പ്രാർത്ഥിക്കാം. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നമുക്ക് ധന്യമായ ഭാവി അവർക്ക് വേണം. അവിടെ നീറ്റ് എക്സാം അടുത്ത് വരികയാണ്. അതുപോലെ റിസൾട്ടുകൾ, 10ാം ക്ലാസ് റിസൾട്ട് വരുന്നുണ്ട്. എല്ലാം വളരെ അനുഗ്രഹമായി തീരണം. നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കഴിയണം. ഒരമ്മയും പറഞ്ഞാട്ട്, നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഉയർച്ച നമ്മുടെ ഉയർച്ചയാണ്. 2 കാര്യം ഓർക്കുക. നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഉയർച്ച നമ്മുടെ ഉയർച്ചയാണ്. നമ്മുടെ മാതാപിതാക്കന്മാരുടെ ദീർഘായുസ് നമ്മുടെ ദീർഘായുസാണ്. ഈ 2 കാര്യങ്ങൾ ഹൃദയമാകുന്ന മാംസപ്പലകയിൽ എഴുതി വെക്കണം. എന്താണ്? നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഉയർച്ച നമ്മുടെ ഉയർച്ചയാണ്. നമ്മുടെ മാതാപിതാക്കന്മാരുടെ ദീർഘായുസ് നമ്മുടെ ദീർഘായുസാണ്. ഹല്ലേലൂയ. ഏൽപ്പിച്ചു കൊടുക്കാം. നമുക്ക് പ്രശ്നമായി പ്രാർത്ഥിക്കും. കർത്താവിൻ്റെ കൃപ വ്യാപരിക്കട്ടെ. കുഞ്ഞുങ്ങൾക്ക് ധന്യമായ ഭാവി കർത്താവ് ഒരുക്കട്ടെ. അതുപോലെ തന്നെ പ്രാർത്ഥിക്കാം. ഗ്രീഷ്മ ദാസ്, പ്രേ ഫോർ മൈ ഡോട്ടർ മാരേജ്. ഗ്രീഷ്മ എന്നൊരു സഹോദരി എഴുതിയിരിക്കുന്നു. അവിടെ കുഞ്ഞിൻ്റെ മകളുടെ വിവാഹത്തിനായി കർത്താവ് അത്ഭുതം ചെയ്യട്ടെ. ഒരു നല്ല ചെറുക്കനെ കർത്താവ് ഒരുക്കട്ടെ. ആ ചെറുക്കൻ്റെ കല്യാണം നടന്നിട്ടില്ല. 2 പേരുടെയും കല്യാണം ഒരുമിച്ച് നടക്കുവാൻ സ്വർഗ്ഗം ഇടയാക്കട്ടെ. ഓക്കെ, ദൈവം പ്രവർത്തിക്കട്ടെ. പ്രാർത്ഥിക്കാം. വീണ്ടും പ്രാർത്ഥിക്കേണ്ട കാര്യം എന്താണ്? നമ്മുടെ ഭവന പണികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. എല്ലാവർക്കും കണ്ണായ സ്ഥലങ്ങളിൽ, ഞാൻ വേദപുസ്തകം വായിച്ചപ്പോഴത്തേക്ക് എഴുതിയിരിക്കുന്നു, നിങ്ങളുടെ ആലയം നിങ്ങളുടെ വീടിനേക്കാൾ ദൂരത്താണെങ്കിൽ അത് വിറ്റ് ആലയത്തിനടുത്ത് സ്ഥലം വാങ്ങി താമസിക്കണം. ഞാൻ പറഞ്ഞതല്ല, വേദപുസ്തകം വാക്യം വേണമെങ്കിൽ പിന്നെ എടുത്തു തരാം. ഹല്ലേലൂയ. കാര്യം, ആലയത്തിലേക്കുള്ള വരവിന് നിങ്ങളുടെ താമസം ഒരു തടസ്സമായി മാറരുത്. അപ്പോൾ പ്രാർത്ഥിക്കുക. ഞാൻ പറഞ്ഞു, എന്ത് കാര്യവും പ്രാർത്ഥിച്ചാൽ മതി. പ്രവർത്തിക്കുന്നത് ആരാ? ദൈവമാ. അതിൻ്റെ ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞത്. അതുപോലെ ഞാൻ കഴിഞ്ഞ 1 വർഷമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, പാസ്റ്റർക്ക് ഒരു VTOL ദൈവം തരും. എന്താ VTOL? ഡെറ്റോൾ അല്ല, പ്ലെയിൻ, സഞ്ചരിക്കുന്നൊരു വിമാനം. എന്ന് പറഞ്ഞാൽ വെർട്ടിക്കൽ ടേക്ക് ഓഫ് ആൻഡ് ലാൻഡിങ്. പിന്നെ ഉള്ള കാറ് മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയുന്നില്ല. ഇപ്പോഴെങ്ങനെ ആയിരിക്കും ആൾക്കാർ പറഞ്ഞു. ഇത് നമ്മുടെ ഈ ഓഡിറ്റോറിയം വാങ്ങുന്നതിന് മുമ്പും ആൾക്കാർ പറഞ്ഞ കാര്യമാണ്. എന്ത് കാര്യം ഞാൻ പറയും, അപ്പോഴെല്ലാം ആരെങ്കിലും പറയും, പിന്നെ ഇത് നടക്കാൻ പോവല്ലേ. നടന്നിരിക്കും. നോക്കിക്കോ. കഴിഞ്ഞ ദിവസം വായിച്ചു, ഇന്ത്യയിൽ അതിൻ്റെ ആദ്യ പതിപ്പ് ഇറങ്ങി. അമേരിക്കയിലല്ല, ഇന്ത്യയിൽ അതിൻ്റെ ആദ്യ പതിപ്പ് ഇറങ്ങി. വാണിജ്യ അടിസ്ഥാനത്തിലുള്ള അനുമതി കിട്ടാൻ വേണ്ടി DGCA, ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷന് ആപ്ലിക്കേഷൻ കൊടുത്തിരിക്കുകയാണ്. അതിനകത്ത് പ്രത്യേകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തകരത്തില്ല. നല്ല എന്താണ്, എന്തെങ്കിലും കുഴപ്പം വന്നു കഴിഞ്ഞാൽ അതിനെ ലാൻഡ് ചെയ്യാനുള്ള എല്ലാ സൗകര്യമുണ്ട്. ഇപ്പോൾ നമ്മുടെ വേറെ സാധനം ഉണ്ടല്ലോ, ഇപ്പോൾ ഒരു സാധനം പറത്താമല്ലോ, ഇത് പറത്തുമല്ലോ, ഡ്രോൺ പറത്തുന്ന അതേ അതിൻ്റെ മെക്കാനിസമാണ് അതിലുപയോഗിച്ചത്. നമുക്കറിയാം, ഡ്രോണ് എന്തെങ്കിലും കുഴപ്പം പറ്റിക്കഴിഞ്ഞാൽ പോയ സ്ഥലത്ത് നിന്ന് വന്ന് എവിടെയാണോ പോയത് അവിടെ വന്ന് തിരിച്ചിറങ്ങും, അല്ലേ? അതിന് എന്തെങ്കിലും കുഴപ്പം വന്നാൽ ഒരു ലീഫിനോ കുഴപ്പം പറ്റിയാൽ എന്ത് ചെയ്യും? അതെന്ത് ചെയ്യും? അവിടുന്ന് തിരിച്ച് വന്ന് എവിടെയാണോ നിങ്ങൾ വിട്ടത് അവിടെ തിരിച്ചു വരും. അതാണ് ആ ഡ്രോൺ. അതേ മെക്കാനിസമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. വളരെ സേഫ്റ്റിയുള്ള ഒരു സംവിധാനമാണ് VTOL. നമുക്കത് ആവശ്യമുണ്ട്. വേറൊന്നും കൊണ്ടല്ല,
നമുക്കറിയാം, നമുക്കൊരു ഹെലികോപ്റ്റർ കിട്ടിയപ്പോൾ നമ്മൾ ഹെലികോപ്റ്റർ കിട്ടിയെന്ന് പറഞ്ഞാൽ ബോബി ചെമ്മണ്ണൂരിൻ്റെ ഹെലികോപ്റ്ററിൽ നിന്ന് നമ്മളാൽ ഒക്കുന്ന ട്രാക്റ്റുകൾ കൊല്ലത്തിട്ടു. അന്നത്തെ കാലത്ത് നമ്മുടെ റിസോഴ്സ് കുറവായിരുന്നു, നമ്മൾ തുടങ്ങി വെച്ചു ട്രാക്റ്റ് ഡിസ്ട്രിബ്യൂഷൻ. അതുപോലെ ഭാവിയിൽ നമുക്ക് ട്രാക്റ്റുകൾ ഇടണം, നമ്മുടെ ചർച്ചിൻ്റെ അറിയിപ്പുകൾ ഇടണം. അത് വലിച്ചുവാരിയല്ല, ഒരാഴ്ച ഒരു പ്രാവശ്യം അത് നമുക്ക് ഞായറാഴ്ചയ്ക്ക് മുമ്പായിട്ട് അത് ഇടണം. അത് കിട്ടുന്നവർക്ക് ആലയത്തിലേക്ക് വരാനുള്ള ഒരു ക്ഷണക്കത്തായിട്ട് മാറണം. മുകളിൽ നിന്നൊരു കാര്യം വരുമ്പോഴത്തേക്ക് എപ്പോഴും പ്രത്യേകതയായിരിക്കും അല്ലേ, മുകളിൽ നിന്നൊരു കാര്യം വരുമ്പോൾ. അപ്പോൾ അതൊക്കെ നമ്മുടെ ഭാവി പ്രത്യാശയും കാര്യങ്ങളുമാണ്. ഇതെല്ലാം നടക്കും. ഒരാമേൻ പറഞ്ഞാട്ട്, ഇതെല്ലാം നടക്കും. കാര്യം എന്താണ്? നടത്തുവാൻ കഴിവുള്ള ഒരുവൻ നമ്മുടെ കൂടെയുണ്ട്. നമ്മുടെ റിസോഴ്സ് ഭയങ്കരമാണ്. അവർ സോഴ്സ് ഇസ് ഗ്രേറ്റ്. അതുകൊണ്ടാണ് നമ്മുടെ എക്സ്പെക്ടേഷനും വലുതാകുന്നത്. പ്രാർത്ഥിക്കാം, കർത്താവ് അത്ഭുതങ്ങളെ ചെയ്യണം. ഞാൻ പറഞ്ഞത്, നിന്റെ വിഷയം പ്രാർത്ഥിച്ചാൽ മാത്രം മതി. ഒരു പുതിയ ഭവനം വേണം, എല്ലാം പുതുക്കപ്പെടണം, അല്പം കൂടെ സന്തോഷം വേണം. കഴിഞ്ഞ ദിവസം ഞാൻ പ്രാർത്ഥിച്ചപ്പോഴേ ദൈവനോട് പറയുകയാണ്, നിങ്ങൾ അതിശയിക്കും. ഒരു ഞായറാഴ്ച ഇവിടെ കൊല്ലത്താരാധന, ഒരു ഞായറാഴ്ച നിങ്ങളെ വിട്ട് ഒറ്റയ്ക്കല്ല, സഭയായിട്ട് ഒരു സമാധാനമുള്ള പട്ടണത്തിൽ, ലോകത്തിൻ്റെ മധ്യഭാഗത്ത് ഒരാരാധന. ചിന്തിക്കാൻ കഴിയുമോ? രാവിലെ കൊല്ലത്തുനിന്ന് പള്ളിമുക്കി പോകുന്നത് പോലെ നമ്മൾ വണ്ടി കയറുന്നു. എവിടെ പോകുന്നു? നേരെ ആ വിദേശ രാജ്യത്ത് പോകുന്നു, അവിടെ ആരാധിക്കുന്നു. ഒരാഴ്ച അവിടെ, ഒരാഴ്ച ഇവിടെ. ചിന്തിക്കാൻ പോലും കഴിയാത്ത കാര്യമാണ്. പക്ഷേ ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. പ്രിയമക്കളെ, നമ്മൾ ദൈവത്തെ അറിയുമ്പോൾ ആ ദൈവിക നിലവാരങ്ങളിൽ നമുക്കൊരു സന്തോഷം വേണമെന്ന് ആരാഗ്രഹിക്കുന്നുണ്ട്? അല്ലാതെ ഇത് കഞ്ഞിയും പയറും തിന്ന് ഇങ്ങനെ ഇങ്ങനെ ജീവിക്കുന്ന ജീവിതമല്ല കേട്ടോ. ഇത് സ്വർഗം ഭൂമിയിലാകുന്ന ജീവിതമാണ്. പക്ഷേ ആ നിലവാരങ്ങളിൽ നിന്റെ ആഗ്രഹങ്ങൾ ഡെവലപ്പ് ആകണമെങ്കിൽ നിന്റെ ദൈവത്തിൻ്റെ വലിപ്പം നിന്റെ അകത്ത് ഉൾക്കൊള്ളണം. എന്തിനും എവിടെയും കഴിവുള്ളവനാണ് എൻ്റെ ദൈവം എന്ന വലിപ്പം നീ ഉൾക്കൊള്ളണം. അങ്ങനെ സ്വർഗീയ ഭണ്ഡാരത്തെ നോക്കിക്കൊണ്ട് പ്ലാനുകൾ തയ്യാറാക്കണം. നിന്റെ അപ്പൻ്റെ കീശ നോക്കിക്കൊണ്ടല്ല, നിന്റെ അമ്മയുടെ പേഴ്സ് നോക്കിക്കൊണ്ടല്ല, നിന്റെ സാമ്പത്തിക അടിത്തറ നോക്കിക്കൊണ്ടല്ല, സ്വർഗത്തിൻ്റെ ഭണ്ഡാരങ്ങളെ നോക്കിക്കൊണ്ട് പ്ലാൻ തയ്യാറാക്കണം. യെസ്, നമുക്ക് പ്രാർത്ഥിക്കാം. നല്ല നല്ല ഭവനങ്ങൾ, നിങ്ങളുടെ ആഗ്രഹം പോലെ കർത്താവ് കാര്യങ്ങളെ ക്രമീകരിക്കട്ടെ. കുഞ്ഞുങ്ങൾക്ക് ധന്യമായ ഭാവി ഒരുക്കട്ടെ, സന്താന പുഷ്ടി കൊടുക്കട്ടെ, PR ആവശ്യങ്ങൾ PR കൊടുക്കട്ടെ, പ്ലേസ്മെന്റ്, അതുപോലെ പുറപ്പാട് താല്പര്യപ്പെടുന്ന നമ്മുടെ സഹോദരങ്ങളുണ്ട്. അവർക്കെല്ലാം കർത്താവ് തക്ക സമയത്ത് നല്ല നല്ല പുറപ്പാടുകളെ കൊടുക്കട്ടെ. നടക്കാൻ പോകുന്ന കല്യാണങ്ങൾ, 2 കല്യാണങ്ങൾ അടുത്ത് നടക്കാൻ പോകുന്നു. അതിലുപരിയായിട്ട് അത് കഴിഞ്ഞിട്ട് മുട്ടി നിൽക്കുന്ന ആരുമില്ല, കൃപയാൽ വിരറഞ്ഞ് നിൽക്കുന്ന ആരുമില്ല. പക്ഷേ എങ്കിൽ പോലും ആ വാക്കുകളുടെയും കാര്യം കർത്താവ് ഒരുക്കിയേ മതിയാവും. 25-26 വയസ്സ് പ്രായമുള്ള ആൾക്കാരുണ്ട്. അതൊന്നും വലിയ പ്രായമൊന്നുമല്ല, എങ്കിലും കർത്താവ് അവർക്കും കാര്യങ്ങളെ കർത്താവ് ക്രമീകരിക്കും. നമ്മുടെ സഭയിൽ ഒരു വിഷയങ്ങളും ചീഞ്ഞളിഞ്ഞ് കിടക്കുന്നില്ല. ഒരാമേൻ പറഞ്ഞാട്ട്. ഞാൻ ആവർത്തിക്കാം, നമ്മുടെ സഭയിൽ ഒന്നും ചീഞ്ഞളിഞ്ഞ് കിടക്കുന്നില്ല. വിഷയങ്ങൾ, പ്രാർത്ഥനാ വിഷയങ്ങൾ, പ്രാർത്ഥിച്ച് അവശത വന്ന കാര്യങ്ങളൊന്നുമില്ല. തക്ക സമയത്ത് ദൈവം പ്രവർത്തിക്കും. നിലവാരങ്ങളിലാണ് കാര്യങ്ങൾ പോകുന്നത്. ഒരാമേൻ പറഞ്ഞാട്ട്. തക്ക സമയത്ത്. ഹല്ലേലൂയ. അപ്പോൾ പ്രാർത്ഥിക്കാം, ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ധന്യമായ ഭാവി പുറപ്പാടുകൾ കർത്താവ് കൊടുക്കട്ടെ, അത്ഭുതം സംഭവിക്കും. അതുപോലെ ആലയത്തിൻ്റെ പണികൾക്കായി പ്രാർത്ഥിക്കാം. വേഗത്തിൽ ആ കല്യാണങ്ങൾ, 2 കല്യാണങ്ങളും മംഗളമായി തീരട്ടെ. തക്ക തുണങ്ങളെ എല്ലാവർക്കും കർത്താവ് തക്ക സമയങ്ങളിൽ ഒരുക്കട്ടെ. നമ്മളായിട്ട് നമ്മുടെ ഭാവിയെ കുറയ്ക്കരുത്. ചിലർക്ക് ചില സമയത്ത് ചില ഭയങ്കര എത്തിക്സൊക്കെ വരും കേട്ടോ. ചില എന്ന് പറഞ്ഞാൽ ഞാനൊന്നും വാങ്ങത്തില്ല, മറ്റേതാ മറിച്ചതാ, അവനൊന്നും വാങ്ങത്തില്ല. നമ്മുടെ അനുഗ്രഹങ്ങളെ നമ്മൾ കുറയ്ക്കരുത്. ഒരമേൻ പറഞ്ഞാട്ടെ. ആവശ്യമില്ലാതെ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ അത് കേട്ടോണ്ട് നമ്മുടെ അനുഗ്രഹത്തെ നമ്മൾ എന്ത് ചെയ്യരുത്? ചുരുക്കരുത്. കാര്യം പറയുന്ന പലർക്കും നമ്മുടെ താല്പര്യമില്ല. ചിലപ്പോൾ ബന്ധുക്കളായിരിക്കാം. നീ ഒന്നും വാങ്ങരുത് കേട്ടോടാ, നീ വാങ്ങരുത് കേട്ടോ, നീ എപ്പോഴും നല്ലോണം. എന്തിനാ? നിനക്ക് നല്ലതും കിട്ടിക്കഴിഞ്ഞാൽ അവൻ അസൂയ, അതുകൊണ്ട് പറയുന്നതാ. മക്കളെ, നല്ല നിലവാരങ്ങൾ എല്ലാം വേണം. ഒരമ്മയും പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. ഏറ്റവും നല്ല നിലവാരങ്ങളിൽ നമ്മുടെ തലമുറയ്ക്ക്
അനുഗ്രഹം വേണം. ആവശ്യമില്ലാത്ത അസൂയക്കാരൻ പറയുന്നത് കേട്ടിട്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങളിലേക്ക് പോകരുത്. നിന്റെ ദൈവത്തിന്റെ വലിപ്പം മനസ്സിലാക്കി വേണം എല്ലാ കാര്യങ്ങളും പ്ലാൻ ചെയ്യാൻ. ഒരു അമ്മയും പറഞ്ഞോട്ടെ, നീ ആയിട്ട് നിന്നെ ഒതുക്കരുത്, ചുരുക്കരുത്, തടുക്കരുത്, അനുഗ്രഹത്തിന് അറുതി വെക്കരുത്. എപ്പോഴും വിശാലത വേണം. ഒരു ദൈവ പൈതൽ ഒരു പട്ടണത്തിൽ, ഒരു സ്ഥലത്ത്, ഒരു രാജ്യത്ത് ഉയർത്തപ്പെട്ടാൽ എന്ത് സംഭവിക്കും? ഒരമ്മയും പറഞ്ഞാട്ടെ, ദൈവനാമം ദൈവം ആഗ്രഹിക്കുന്നത് എന്താണ്? നീ മുഖാന്തരം ദൈവനാമം, നീ കർത്താവിലേക്ക് വന്ന് നീ മുഖാന്തരം ദൈവനാമം മഹത്വപ്പെടുന്നില്ലെങ്കിൽ പിന്നെ ആര് ഈ കർത്താവിനെ സേവിക്കും? മനസ്സിലായോ? നിന്നെ നോക്കി വേണം ഒരാൾ കൂടെ കർത്താവിലേക്ക് വരാൻ. അതുകൊണ്ട് ഒരു പെണ്ണുമ്പിള്ള രാവിലെ കൈയടിക്കാൻ പോകുന്നു, ഒരു ഗുണവും ഇല്ല മണവും ഇല്ല, എനിക്ക് വേണ്ട ദൈവത്തെ എന്ന് പറയരുത്. പറയണം. നോക്ക്, അവിടെ കൊച്ചു റിസോഴ്സ് കൊണ്ട് അവൾ ദൈവത്തെ ആരാധിക്കാൻ പോയി. അവിടെ ഉയർച്ച കണ്ടോ? അവിടെ വീട് കണ്ടോ? അവിടെ കുടുംബം കണ്ടോ? അവിടെ സമാധാനം കണ്ടോ എന്ന് ലോകം പറഞ്ഞ് ദൈവത്തിന് മഹത്വം കൊടുക്കണം. നിങ്ങൾക്ക് കഴിയും. നിങ്ങൾ മല്ലു പിടിച്ച് പ്രാർത്ഥിച്ചാൽ മതി. പലരും ചിന്ത എന്താണ്? ഉയർച്ച ദൈവഹിതമല്ല. അത് തെറ്റാണ് മക്കളെ, തെറ്റാണ്. അങ്ങനെയാണെങ്കിൽ അബ്രഹാമിന്റെ ദൈവം അത് ആ ദൈവമല്ല, നമ്മുടെ ദൈവമല്ല. അബ്രഹാമൻ പറഞ്ഞാട്ടെ അല്ലേ? നോക്കുക, അബ്രഹാമിനെ ഉയർത്തിയ ദൈവം യാക്കോബിനെ ഉയർത്തിയ, ഇസ്രായേലിനെ ഉയർത്തിയ, ഇസഹാക്കിനെ ഉയർത്തിയ, ദാനിയേലിനെ ഉയർത്തിയ, ദാവീദിനെ ഉയർത്തിയ, മൊർദെഖായിയെ ഉയർത്തിയ, പത്രോസിനെ ഉയർത്തിയ, പൗലോസിനെ ഉയർത്തിയ ദൈവം. ഈ ദൈവത്തിന് കഴിയാത്ത ഒരു കാര്യങ്ങളുമില്ല. അതുകൊണ്ട് മല്ല് പിടിച്ച് പ്രാർത്ഥിച്ച് ഒരു നല്ല നിലവാരത്തിലേക്ക് ഉയരണം. പ്രത്യേകിച്ച് നിങ്ങൾക്ക് ഒരു നല്ല കാലം കർത്താവ് ഒരുക്കിയിരിക്കുന്നു. ഒരു അമ്മയും പറഞ്ഞാട്ട്, മാറാരോഗമില്ല, അന്യായമായ കേസുകളില്ല. ഉണ്ടോ? ഓരോ ആഴ്ചയും കോടതി പോകേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. കോടതി പോകണ്ട, ആശുപത്രി പോകണ്ട. നല്ലൊരു ആലയം കർത്താവ് തന്നു, വിശ്വാസം തന്നു, വചനം തന്നു, കാഴ്ചപ്പാട് തന്നു. ഇത് നിനക്ക് നല്ല കാലമാണ്. ഈ നല്ല കാലത്ത് നീ മല്ല് പിടിച്ച് ഉയരണം, ഉയരണം, ഉയരണം. സമ്പത്ത് കാലത്ത് തൈപത്ത് വെച്ചാൽ ആപത്ത് കാലത്ത് കാപത്ത് തിന്നാം. നിനക്ക് നല്ല കാലമാണ്. നിങ്ങൾ ഓരോ കുടുംബങ്ങളിലേക്കൊന്ന് കയറി ചെല്ലണം, അവിടെ സിറ്റുവേഷൻ കാണാൻ. നിങ്ങൾ പറയും, പാസ്റ്റർ എനിക്ക് അതില്ല. അവർക്ക് ഒന്നുമില്ല മക്കളെ. അവർക്കുള്ളത് എന്താണ്? ഒറ്റപ്പെട്ട ഏതോ ചില കാര്യങ്ങൾ. അതിൽ പ്രശംസിച്ച് ഇങ്ങനെ മൂഢസ്വർഗത്തിൽ ജീവിക്കുന്നവരെയാണ് ചുറ്റുപാടും കാണാൻ കഴിയുന്നത്. ദുർഗന്ധം, വീട്ടിനകത്ത് ശാപത്തിന്റെ ദുർഗന്ധം. നിന്റെ വീട്ടിൽ ശാപത്തിന്റെ ദുർഗന്ധമില്ല. യേശു നിന്റെ ശാപത്തെ മുറിച്ചു. നമ്മുടെ പുറകില് ഒരു 10 വർഷങ്ങൾക്ക് മുമ്പ് ഒരു സഹോദരി അവിടെ കഴിഞ്ഞു. അവരുടെ കാലിനകത്ത് ഒരാണി കൊണ്ടു. അത് മാത്രമല്ല, അവർക്ക് ഡയബറ്റീസിൻ്റെ അസുഖത്താൽ മുറിവ് വന്നിട്ട് ഉണങ്ങാതെ ആ വീട്ടിൽ പോയി കഴിഞ്ഞാൽ പഴുപ്പിൻ്റെ വാടയാണ്. അടുക്കാനൊക്കത്തില്ല വീട്. കുറേ നാൾ നമ്മുടെ ആലയത്തിൽ അവർ വന്നു. പക്ഷേ അവർക്ക് തുടർന്ന് വരാൻ കഴിഞ്ഞില്ല. വന്നിരുന്നെങ്കിൽ അവർക്ക് നല്ല ഉയർച്ച കർത്താവ് കൊടുക്കുമായിരുന്നു. അവർ വന്നില്ല. ദുർഗന്ധം, ശാപത്തിൻ്റെ ദുർഗന്ധം, രോഗത്തിൻ്റെ ദുർഗന്ധം, പൈശാചിക തെർവാഴ്ചയുടെ ദുർഗന്ധം. ഇതാണ് ഓരോ ഭവനങ്ങളിലും. നിങ്ങൾ പറയും, അയ്യോ പാസ്റ്റർ അവർക്ക് 2 നില വീടുണ്ട്, അവർക്ക് പട്ടിയുണ്ട്, പട്ടുമെത്തയുണ്ട്. മക്കളെ, എന്തിനാ ഇതൊക്കെ? പട്ടിയുണ്ട്, സംരക്ഷണമില്ല. പട്ടുമെത്തയുണ്ട്, ഉറക്കമില്ല. വീടുണ്ട്, സമാധാനമില്ല. എന്തിനാ ഇതൊക്കെ? ഇതൊന്നും വേണ്ട. സമാധാനവും ഉറക്കവും സന്തോഷവും ഉണ്ടെങ്കിൽ അതല്ലേ വലിയ കാര്യം. മാത്രമല്ല ഭാവി പ്രത്യാശ. അപ്പോൾ എന്തെല്ലാം നന്മകളാണ് കർത്താവ് നമുക്ക് ഒരുക്കിയിരിക്കുന്നത്. അതുകൊണ്ട് ഈ നല്ല കാലം പ്രാർത്ഥനയ്ക്ക് ഉപയോഗിച്ച് നിങ്ങളെല്ലാവരും ശക്തമായി ഉയരണം. ഞാൻ പലപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്. 2 വർഷം 3 വർഷം നിങ്ങൾ ദൈവത്തെ ആരാധിച്ചു, നിങ്ങൾ ഒരു നല്ല അനുഗ്രഹം അവകാശമാക്കിയില്ലെങ്കിൽ ഞാൻ നിങ്ങളെക്കുറിച്ചൊരു അഭിപ്രായം പറയും. എന്താ?
ചുമ്മാതാ, വെറുതെയാ. മനസ്സിലായോ? നിങ്ങളുടെ പാസ്റ്റർ എന്ന് പറയും, ഓ വെറുതെ വരിക, ഒരു ഉയർച്ചയില്ല, ഒരു സമാധാനമില്ല, ഒന്നുകിൽ ഒരു ആരോഗ്യം വേണം, ഒരു തേജസ് വേണം, ഒന്നുമില്ല, ചുമ്മാ ഇങ്ങനെ സമയം കളഞ്ഞിങ്ങനെ എന്ന് എന്നെ കൊണ്ട് പറയിക്കരുത്. ഇതൊക്കെ ഇങ്ങനെ നാണം കെടുന്നതിൽ പറയാൻ കാര്യം എന്താണ്? നമുക്ക് സാധ്യതയുള്ളത് കൊണ്ടാണ്, അല്ലാതെ നിങ്ങളെ കുത്തി നോവിപ്പിക്കുകയല്ല, ഇല്ലാത്തവരെ ചവിട്ടി താഴ്ത്തുകയല്ല. നിങ്ങൾ വിചാരിച്ചാൽ നിങ്ങൾക്ക് ഉയരാൻ കഴിയും എന്നുള്ളത് കൊണ്ടാണ് ഇത്രയും വ്യക്തമായി പറയുന്നത്. രാമൻ പറഞ്ഞാട്ട് എന്താ ചെയ്യേണ്ടത്? ഇന്ന് മുതൽ അങ്ങോട്ട് ചെയ്യുന്ന കാര്യമാണ്, ഓർപ്പിക്കുകയാണ്. രാത്രി ആടിയ മൂട്ട് മടക്കണം. കർത്താവ്, നീ എന്നെ ഉയർത്തിയല്ലാതെ ഞാൻ നിന്നെ വിടത്തില്ല. എനിക്കൊരു കാര്യം ബോധ്യപ്പെട്ടു, ഞാൻ നിന്റെ മകനാണ്, മകളാണ്. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. ഞാൻ അധികാരമുള്ള മകനാണ്. നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല. പ്രിയമക്കളെ, രഹസ്യ പ്രാർത്ഥന നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ ഒരു പ്രദർശനമാണ്. രാമൻ പറഞ്ഞാട്ട് എന്താണ് വിശ്വാസത്തിൻ്റെ? നിങ്ങളുടെ ദശാംശം കൊടുക്കുന്ന നിലവാരങ്ങൾ നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ ഒരു പ്രദർശനമാണ്. നിങ്ങളുടെ പരസ്യമായ ആരാധന വിശ്വാസത്തിൻ്റെ ഒരു പ്രദർശനമാണ്. നിങ്ങളുടെ ചർച്ച് അറ്റൻഡൻസ് നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ ഒരു പ്രദർശനമാണ്. നിങ്ങളുടെ വചനവായന വിശ്വാസത്തിൻ്റെ ഒരു പ്രദർശനമാണ്. നിങ്ങളുടെ സുവിശേഷീകരണ കാഴ്ചപ്പാടുകൾ നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ ഒരു പ്രദർശനമാണ്. വിശ്വാസത്തിൻ്റെ പ്രദർശന നഗരിയായി നിങ്ങൾ ഉയർത്തപ്പെടണം. പ്രാർത്ഥിക്കാം, നമുക്ക് വിഷയങ്ങളെല്ലാം പ്രാർത്ഥിക്കാം. അതുപോലെ ദൂരസ്ഥന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നമുക്ക് വേണ്ടി സഹായിക്കും, നമ്മുടെ കൂടെ നിൽക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അതുപോലെ ഈ പറഞ്ഞ പ്രാർത്ഥന വിഷയം കണ്ണടയ്ക്കാം, പ്രാർത്ഥിക്കാം. എല്ലാ കണ്ണുകളും അടയട്ടെ, എല്ലാ ഹൃദയങ്ങളും കർത്താവിലേക്ക്. സ്വർഗീയ പിതാവേ, ദാനമായി നൽകിയ ഈ നല്ല പകല ഞങ്ങളെ സ്തുതിക്കട്ടെപ്പാ. മധ്യസ്ഥ പ്രാർത്ഥനയിൽ അടുത്തു വരുന്ന കർത്താവേ, നീ എത്ര നല്ലവനാണപ്പാ. നിന്നെ കണ്ടത് എത്ര നന്നായി. ഹല്ലേലൂയ കർത്താവേ, ഞങ്ങൾക്കിത് സമ്പത്ത് കാലം, അനുഗ്രഹത്തിൻ്റെ കാലം കർത്താവ്. ഈ കാലത്തെ ഫലപ്രദമായി ഉപയോഗിക്കാനുള്ള കൃപ, കാഴ്ചപ്പാട്, ദർശനം, വിശാലത ഞങ്ങൾക്ക് തരണേ കർത്താവേ. നിന്റെ വലിപ്പം ഞങ്ങളുടെ അകത്ത് നിറയട്ടെ. ഞങ്ങളുടെ ഭണ്ഡാരത്തെ നോക്കി പ്ലാൻ തയ്യാറാക്കുവാൻ ഞങ്ങൾക്ക് കൃപ ലഭിക്കട്ടെ. ഈ പറയപ്പെട്ട ഓരോ വിഷയങ്ങൾ കർത്താവേ, ഗ്രീഷ്മ ദാസ് എന്ന സഹോദരിയുടെ മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവേ, അങ്ങനെ വിശ്വാസം അർപ്പിച്ചാണല്ലോ അവർ ഈ പ്രാർത്ഥന വിഷയം അയച്ചത്. അപ്പം ഒരു വിവാഹം ആ മകൾക്ക് ഒരുക്കണേപ്പാ. നിന്നെ അറിയുന്നൊരു മകനെ, നീയുമായി ബന്ധമുള്ളൊരു മകനെ, പ്രാർത്ഥനയുള്ളൊരു മകനെ ഒരുക്കണേപ്പാ. കഴിയും. വിശ്വാസം കൊടുത്ത് അനുഗ്രഹിക്കണേ കർത്താവേ. അപ്പോൾ വീണ്ടും ഞങ്ങളെ നിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കണം. തലമുറയ്ക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്ന കർത്താവേ, നല്ല ഉയർച്ചകളെ, നല്ല വിജയങ്ങളെ അങ്ങ് കൊടുക്കണം കർത്താവേ. സമൂഹത്തിൽ അവർ തല ഉയർത്തി നിൽക്കട്ടെ. അവരുടെ ഉയർച്ച ഞങ്ങളുടെ ഉയർച്ചയാണല്ലോ. ഞങ്ങളവരെ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. പ്രത്യേകിച്ചപ്പാ നീറ്റ് എക്സാമിന് വേണ്ടി പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് നല്ല ജ്ഞാനവും ബുദ്ധിയും നീ കൊടുക്കണേപ്പാ. ഒരു അഡ്മിഷൻ ലഭിക്കണം കർത്താവേ. കഴിയും 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 അതിനുവേണ്ടി മല്ലു പിടിച്ച് പഠിക്കുവാൻ കൃപ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കണേ കർത്താവേ. അതുപോലെ കർത്താവ് പുതിയ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവേ, തെക്കുന്ന് വടക്കുന്ന് കിഴക്കുന്ന് പടിഞ്ഞാറുന്ന് വിലയുള്ളതിനെ കൊണ്ടുവരണേപ്പാ. വരുന്ന ഞായറാഴ്ച സ്നാനമുണ്ടല്ലോ, സ്നാനാർത്ഥിയെ നീ അനുഗ്രഹിക്കണേ കർത്താവേ. അപ്പോൾ ഒരു സ്നാനം കൊണ്ട് അവസാനിക്കുന്ന നല്ല ക്രിസ്തു ജീവിതം ക്രിസ്തുവിൽ തുടരുവാൻ കൃപ അവർക്ക് കൊടുക്കണേ കർത്താവേ. അനേകർ വന്നു, സ്നാനപ്പെട്ടു, പിന്നെ കണ്ടില്ലപ്പാ. എന്നാൽ ഞങ്ങൾ അവർക്ക് അവസരം ഒരുക്കി കൊടുത്തു, അവരുപയോഗിച്ചില്ല. അപ്പോൾ അങ്ങനെ ആകരുത്. ഇനിയുള്ള സ്ഥാനങ്ങൾ കർത്താവെ, വരുന്നവർ കർത്താവിൽ നിൽക്കട്ടെ, തുടരട്ടെ, ബലപ്പെടട്ടെ, ആലയത്തിന് മുതൽക്കൂട്ടായിരിക്കട്ടെ കർത്താവെ. അപ്പോൾ പ്രത്യേകിച്ച് കർത്താവെ, നടക്കാൻ പോകുന്ന 2 കല്യാണങ്ങളെയും നിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു കർത്താവെ. മംഗളമായി തീരട്ടെപ്പാ. ഒരു കല്യാണം ആഡംബരത്തോട് നടത്തുകയല്ല ഞങ്ങളുടെ താല്പര്യം. ആ വിവാഹ ജീവിതം മംഗളമായിരിക്കട്ടെ, സമാധാനപൂർണ്ണമായി തമ്മിൽ പൊരുത്തപ്പെടാനുള്ള കൃപ കൊടുക്കണേ കർത്താവെ. സന്താനപുഷ്ടി കൊടുക്കണേ പച്ച, കഴിയും. അതുപോലെ പ്രാർത്ഥിക്കുന്ന കർത്താവെ, മറ്റ് തലമുറയ്ക്കെല്ലാം തക്ക സമയത്ത് ഉയർച്ച കൊടുത്താണ്ട് സന്താനപുഷ്ടി, അതുപോലെ തക്ക തുണകളെ,
നല്ല പ്ലേസ്മെൻറ്റുകൾ, നല്ല അഡ്മിഷനുകൾ, നല്ല ഉയർച്ചകൾ കർത്താവെ പ്രാർത്ഥിപ്പാനുള്ള കൃപ, ദൈവമായിട്ട് ബന്ധം ശക്തിപ്പെടുത്താനുള്ള കൃപ നീ കൊടുത്താട്ടപ്പ. അതുപോലെ പ്രത്യക്ഷമായും പരോക്ഷമായും നമ്മളെ സഹായിക്കുന്നവർക്കായി പ്രാർത്ഥിക്കുന്ന പച്ച മടക്കി കൊടുക്കുവാൻ ഞങ്ങളുടെ പണമില്ല. എന്നാൽ ഞങ്ങളുടെ പ്രാർത്ഥന അവർക്ക് ഉയർച്ചയ്ക്ക് കാരണമാകട്ടെ, നന്മയ്ക്ക് കാരണമാകട്ടെ. ഭവനങ്ങളിൽ കർത്താവ് സമാധാനവും സന്തോഷവും ഐശ്വര്യവും ഉണ്ടാകട്ടെ. ഞങ്ങളവരെ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്ന കർത്താവേ. അതുപോലെ ദൂരസ്ഥന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. പല രാജ്യങ്ങളായിട്ട് ഞങ്ങളുടെ സഹവിശ്വാസികൾ, ഞങ്ങളുടെ ബന്ധുമിത്രാദികളുണ്ട് കർത്താവേ. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ആ രാജ്യങ്ങളിൽ നിയമങ്ങളെ അനുകൂലമാക്കി കൊടുത്ത് ഉയർച്ചകളെ, നന്മകളെ, കൊയ്ത്തുകളെ കൊടുക്കണം. കഴിയും. ആരാധന സൗകര്യങ്ങളെ കൊടുക്കണം, ആരാധനകളെ താല്പര്യങ്ങൾ കൊടുക്കണം കർത്താവേ. അപ്പോൾ അങ്ങയുടെ ദാസൻ യോഹന്നാൻ കർത്തൃദിവസത്തിൽ ആത്മവിവശനായതുപോലെ അവരും കർത്തൃദിവസത്തിൽ ആത്മവിവശരാകട്ടെ കർത്താവേ. ആലയം കണ്ടുപിടിച്ചെന്ന് ആരാധിക്കട്ടെ. അങ്ങനെ അവർ ഉയർന്നു വരട്ടെ. അപ്പോൾ ഇന്ന് കേൾക്കുന്ന ദൂതുകൾ അനുഗ്രഹമായി തീരട്ടെ, ശ്രേഷ്ഠമായത് പുറത്തു വരട്ടെ. എല്ലാവർക്കും ആത്മാക്കൾ നേടുവാനുള്ള കൃപ, എല്ലാവരെയും കൊയ്ത്തിന് വിലക്കാരായി നീ ഉയർത്തണേ കർത്താവേ. ഈ കൊച്ചു ജീവിതം കൊണ്ട് കുറെ പേരെ കർത്താവേ സ്വർഗത്തിൽ കൊണ്ടുപോകാനുള്ള കൃപ ഞങ്ങൾക്ക് തരണേപ്പാ. തിന്നു, കുടിച്ചു, കല്യാണം കഴിച്ചു, കല്യാണത്തിന് കൊടുത്തു, അങ്ങനെയല്ല കർത്താവേ. ഒരാത്മാവിനെ നേടുവാൻ, 10 കുടുംബങ്ങളെ നേടുവാൻ ഞങ്ങളെ ബലപ്പെടുത്തണേപ്പാ. ഞങ്ങളുടെ വിശ്വാസം പങ്കുവെക്കുവാൻ ഞങ്ങളെ സഹായിക്കണേ കർത്താവേ. ഞങ്ങളുടെ ജീവിതം ഈ ലോകത്തിനൊരു അനുഗ്രഹമാകട്ടെ. സഭയുടെ പണികൾക്കായി പ്രാർത്ഥിക്കുന്നപ്പാ. അപ്പോൾ ഇനി അല്പ ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. കംപ്ലീറ്റ് ആയിട്ട് പൂർത്തീകരിക്കപ്പെടാൻ സ്വർഗമിടയാക്കണം. എല്ലാ ഏറ്റവും കർത്താവ് നീ ഏറ്റെടുത്താട്ടെ കർത്താവ്. നടക്കാൻ പോകുന്ന എല്ലാ നല്ല മീറ്റിങ്ങുകളും അനുഗ്രഹമായി തീരട്ടെ കർത്താവ്. സൺഡേ വർഷിപ്പിനായി പ്രാർത്ഥിക്കുന്നു. ഏറ്റവും ശ്രേഷ്ഠമാകട്ടെ. സ്നാനം അനുഗ്രഹമാകട്ടെ. സ്നാനാർത്ഥിയെ നീ ബലപ്പെടുത്തിയാട്ടെ കർത്താവ്. ഇന്ന് കേൾപ്പിക്കുന്ന ദൂതുകൾ ഏറ്റവും അനുഗ്രഹമാകട്ടെ. തിരുനാമത്തിന് മഹത്വം. ഭവന പണികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവേ, എല്ലാവർക്കും കണ്ണായ സ്ഥലങ്ങളിൽ നല്ല ഭവനങ്ങളെ ഒരുക്കിയാട്ടെ. കഴിയും. ഞങ്ങളുടെ ഉയർച്ച അങ്ങയുടെ ഉയർച്ചയാണപ്പാ. അങ്ങയുടെ നാമത്തിന് മഹത്വമാണ്. അത് സംഭവിക്കട്ടെ ഇന്ന് കർത്താവേ. വന്ന അപ്പാ ഞങ്ങൾ തിമോത്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നപ്പാ, അനുനായി പ്രാർത്ഥിക്കുന്നു, എനിക്കായി പ്രാർത്ഥിക്കുന്നു കർത്താവ്. അവരെല്ലാം നീ ബലപ്പെടുത്തിയാട്, രക്തക്കുഴൽ മറച്ചാട്, ഉയർച്ചകൾ നന്മകൾ കൊടുത്താട്. മുഴുവൻ മഹത്വം യേശുവിന്, യേശു നാമത്തിനെയും ആമേൻ ആമേൻ. ഇങ്ങോട്ട് കരം നീട്ടാം, പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ദാനമായി നൽകിയ നല്ല പകലിനായി സ്തോത്രം. സൗഖ്യമാക്കുവാൻ അങ്ങയുടെ കരം നീട്ടുന്നതിനാലും അങ്ങയുടെ പരിശുദ്ധദാസനായ യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കുന്നതിനാലും അങ്ങയുടെ വചനം പൂർണ്ണ ധൈര്യത്തോടെ പ്രസ്താവിപ്പാൻ അങ്ങയുടെ മകന് കൃപ നൽകണമേ. കൃപയാൽ നീതീകരിക്കണമേ. പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ. വിശ്വാസത്തെ വർദ്ധിപ്പിക്കണമേ. മുമ്പേ പോയി ദുർഘടങ്ങളെ നിരപ്പാക്കണമേ. വായ്ക്ക് ഒരു കാവൽ നിർത്തണമേ. മനുഷ്യകരങ്ങളിൽ ഏൽപ്പിക്കരുതേ. സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താലും ഭൂമിയിൽ അനുഗ്രഹിക്കണമേ. യേശു നാമത്തിനെ ആമേൻ. വേദപുസ്തകം വലത്തെ കേൾപ്പിടിക്കാം. വിശ്വാസ പ്രഖ്യാപനത്തിനായിട്ട് പറഞ്ഞാണ് ഞാൻ കേൾക്കാൻ പോകുന്നത്. ദൈവത്തിൻ്റെ വചനം, യേശു കർത്താവിൻ്റെ വചനം, പരിശുദ്ധ ആത്മാവിനാൽ എഴുതപ്പെട്ട വചനം അതെനിക്ക് ജീവൻ തരും, അതിനെ രൂപാന്തരപ്പെടുത്തും. വചനത്താൽ ഞാൻ അനുഗ്രഹം പ്രാപിക്കും. വചനത്താൽ ഞാൻ അനുഗ്രഹം പ്രാപിക്കും. വചനത്താൽ ഞാൻ സമൃദ്ധിയായി അനുഗ്രഹം പ്രാപിക്കും. വേദപുസ്തകം താഴ്ത്തി വെക്കുക, കരങ്ങളെ തട്ടി. യെസ്, കഴിഞ്ഞ ആഴ്ച പ്രസംഗിച്ചതിൻ്റെ ബാക്കി ഭാഗങ്ങളിലേക്ക് ഞാൻ വേഗത്തിൽ പോകുകയാണ്. വായിക്കാം. ദാനിയേലിൻ്റെ പുസ്തകം മത്തായി എഴുതിയ സുവിശേഷം 8-ാം അധ്യായം 28 മുതൽ 32 വരെയുള്ള വാക്യങ്ങൾ. മത്തായി 8:28 മുതൽ 32 വരെയുള്ള വാക്യം. അവൻ അക്കരെ ഗദരേനരുടെ ദേശത്തെത്തിയാറെ 2 ഭൂതഗ്രസ്തർ ശവക്കല്ലറകളിൽ നിന്ന് പുറപ്പെട്ട് അവനെതിരെ വന്നു. അവർ അത്യുഗ്രന്മാരായിരുന്നത് കൊണ്ട് ആർക്കും ആ വഴി നടന്നുകൂടാഞ്ഞു. അവർ നിലവിളിച്ചു, ദൈവപുത്ര, ഞങ്ങൾക്കും നിനക്കും തമ്മിൽ എന്ത്? സമയത്തിന് മുമ്പേ ഞങ്ങളെ ദണ്ഡിപ്പിക്കാൻ ഇവിടെ വന്നുവോ എന്ന് പറഞ്ഞു. അവർക്കകലെ ഒരു വലിയ പന്നിക്കൂട്ടം മേഞ്ഞുകൊണ്ടിരുന്നു. ഭൂതങ്ങൾ അവനോട്, ഞങ്ങളെ പുറത്താക്കുന്നുവെങ്കിൽ പന്നിക്കൂട്ടത്തിലേക്ക് അയക്കണമെന്ന് അപേക്ഷിച്ചു. പൊയ്ക്കൊള്ളുവീൻ എന്ന് അവൻ അവരോട് പറഞ്ഞു. അവർ പുറപ്പെട്ട് പന്നികളിലേക്ക് ചെന്നു. ആ കൂട്ടമെല്ലാം കടുന്തൂക്കത്തോടെ കടലിലേക്ക് പാഞ്ഞ് വെള്ളത്തിൽ മുങ്ങിച്ചത്തു. മതി, നമുക്കറിയാം. ലീജിയൻ 6000 ഭൂതങ്ങൾ കയറിയ ഒരു മനുഷ്യന്റെ
അകത്തുള്ള 6000 ഭൂതങ്ങളെ ഒറ്റ വാക്കിൽ യേശു എന്ത് ചെയ്തു? പന്നികളിലേക്ക് മാറ്റി പാർപ്പിച്ചു. അങ്ങനെ ആ പന്നിക്കൂട്ടം മുഴുവൻ എങ്ങോട്ട് ഓടി? കടലിലേക്ക് പോയി വെള്ളം കുടിച്ച് ചത്തു. അങ്ങനെ ആ 2 പേർക്ക് ഒരു വിടുതൽ കർത്താവ് കൊടുക്കുവാനിടയായി. ഇവിടെ നമ്മൾ ചിന്തിക്കും, എത്രയോ പന്നിക്കൂട്ടത്തിനടുത്ത് അവര് പന്നിക്കൂട്ടം മേയ്ക്കുന്ന ആൾക്കാരുണ്ട്, അവർക്ക് ഒരു നഷ്ടം വരുത്തിയില്ലേ യേശു? വാസ്തവത്തില് യേശു വില കൽപ്പിച്ചത് മനുഷ്യന്റെ ആത്മാവിനാണ്. ഒരു അമയം പറഞ്ഞാട്ട്, പന്നിക്കൂട്ടത്തെക്കാൾ വില കൽപ്പിച്ച ആർക്കാണ്? മനുഷ്യാത്മാവിനാണ്, അല്ലേ? നോക്കുക, 2 മനുഷ്യരെ, 2 മനുഷ്യരാണോ? 2 പേരെന്നല്ലേ പറയും, അല്ലേ? 2 പേർ. ഈ 2 മനുഷ്യരെ 6000 ഭൂതം കയറിയിട്ട് ആർക്കും അവരെ ഒതുക്കുവാൻ കഴിയാത്ത നിലവാരങ്ങളിലേക്ക് അവരെ ആക്കി തീർത്തു. ഈ 2 മനുഷ്യരാരാണ്? നമ്മുടെ പ്രതികൂലങ്ങളാണ്, തടസ്സങ്ങളാണ്, നമ്മുടെ കടഭാരമാണ്, നമ്മുടെ പുറപ്പാടിന് തടസ്സം നിൽക്കുന്ന ചില പൈശാചിക തേർവാഴ്ചകളാണ്. ഈ 2നെയും ഒറ്റ വാക്കിൽ, അല്ലെങ്കിൽ ഈ ബലവാനായി നിൽക്കുന്ന ആർക്കും പിടിച്ചടക്കുവാൻ കഴിയാത്ത ഫോൺ വിളി നിർത്തിക്കൂടെ? പക്ഷെ ആ നിലവാരങ്ങളിലേക്ക് വരും. അതുപോലും തടഞ്ഞു വെച്ചിരിക്കുകയാണ്. പല കാര്യങ്ങളിൽ ഇങ്ങനെ കടന്ന് കുഴക്കുകയാണ്. കാര്യം എന്താണ്? ഇതിൻ്റെയൊക്കെ നടത്തിപ്പുകാർക്ക്, മുകളിലിരിക്കുന്ന ആൾക്കാർക്ക് നല്ല വരുമാനമുണ്ട്. അത് പുറത്ത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പോസ്റ്റിൽ കയറുന്നതിന് 1 ലക്ഷം രൂപയൊക്കെയാണ് ശമ്പളം. ഇവിടെ രാവിലെ തൊട്ട് വൈകിട്ട് ഒരു അധ്വാനിക്കുന്നതിന് 1000 രൂപയേ ഉള്ളൂ, മാസം 30,000. ഇത് ഒരു പ്രാവശ്യം പോസ്റ്റിൽ കയറിയ, അല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞ് അത്രമാത്രം പൈസയാണ്. 1 ലക്ഷം രൂപയൊക്കെയാണ് വരുമാനം. ഇതൊക്കെ നമ്മളെ നിന്ന് വാങ്ങുന്ന, അമിതമായി വാങ്ങുന്ന പൈസയാണ്. ഇതിനൊരു പരിഹാരം വരണം. ഞാൻ ആരാ ഇതൊക്കെ പ്രാർത്ഥിക്കാൻ? ആ ചിന്തയല്ല. എൻ്റെ ദൈവത്തിന് എവിടെയും പ്രവർത്തിക്കുവാൻ കഴിയും, ഏത് നിലവാരങ്ങളെയും മാറ്റിമറിക്കുവാൻ കഴിയും. പ്രിയമക്കളെ, ഇതുകൊണ്ടാണ് ബൈബിൾ പറയുന്നത്, വൃതന്മാർ നിമിത്തം കഷ്ടനാളുകൾ ചുരുങ്ങും. എന്താണ്? വൃതന്മാർ നിമിത്തം കഷ്ടനാളുകൾ. എന്താ വൃതന്മാർ? ദ എലക്റ്റഡ്. ദൈവം തിരഞ്ഞെടുത്ത വ്യക്തികളുണ്ട്. അവർക്ക് ദൈവം എന്ത് കൊടുക്കും? ജ്ഞാനം കൊടുക്കും, വിശ്വാസം കൊടുക്കും, പ്രാർത്ഥനയ്ക്കുള്ള കാഴ്ചപ്പാട് കൊടുക്കും. ഇങ്ങനെയുള്ള തിന്മകളെ പിടിച്ചു കെട്ടുവാൻ അവർക്ക് അധികാരമുണ്ട്. ഞാൻ ചോദിക്കട്ടെ, നീ ഒരു സ്ഥലത്തിരുന്ന് പ്രാർത്ഥിച്ചിട്ട് അന്ധകാരങ്ങളെ തകർത്ത് വെളിച്ചം പ്രകാശിപ്പിക്കുകയാണ്. നീ ഒരു അനുഗ്രഹമല്ലേ? പക്ഷെ നിന്നെ ആരെങ്കിലും കാണുന്നുണ്ടോ? കേൾക്കുന്നുണ്ടോ? പേപ്പറിൽ ഫോട്ടോ വരുന്നുണ്ടോ? നോട്ടീസ് ഉണ്ടോ? ഇല്ല. പക്ഷെ നിന്നെ അറിയുന്നൊരു സ്വർഗമുണ്ട്. അപ്പോൾ നാം ആയിരിക്കുന്ന സ്ഥലത്ത്, അല്ലേ? പണ്ടൊരിക്കൽ ഒരു അധ്യാപകൻ ചോദിച്ചു, ഒരു മുറി കാണിച്ചു കൊടുത്ത് ചോദിച്ചു, ഈ മുറിക്കകത്ത് നിറയുന്ന എന്ത് സാധനം കൊണ്ടുവരാം? ഈ മുറിക്കകത്ത് നിറയുന്ന ഒരാൾ പോയിട്ട് എന്തെന്നറിയാമോ? കുറെ കച്ചിലും എല്ലാം കൊണ്ട് മുറിക്കകത്ത് ഇട്ടു. അദ്ദേഹം പറഞ്ഞു, ഇതുകൊണ്ട് ആ മുറി ഒരു അനുഗ്രഹമായി മാറുന്നില്ല. ഒരു പെൺകുട്ടി എന്ത് ചെയ്യുന്നറിയാമോ? ഒരു മെഴുകുതിരി കത്തിച്ച് അതിനകത്ത് വെച്ചു. ആ മുറിയിൽ ഒരു മെഴുകുതിരി കത്തിച്ച് വെച്ചു. ആ മുറി മുഴുവൻ പ്രകാശം നിറഞ്ഞു. അപ്പോൾ അല്പമേ ഉള്ളൂ. മെഴുകുതിരിക്ക് എത്ര വിലയുണ്ട്? കൂടിപ്പോയാൽ ഒരു 10 രൂപ വിലയുണ്ടല്ലേ? പക്ഷേ അത് പ്രകാശിച്ചപ്പോൾ, അത് കത്തിച്ചപ്പോൾ ആ മുറി മുഴുവൻ. അതുപോലെ നിനക്ക് വിലയില്ല. ഒരു മെഴുകുതിരി പോലെ നീ കത്തുമ്പോൾ നിന്റെ ദേശം
അനുഗ്രഹം പ്രാപിക്കുകയാണ്. നീ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് തിന്മകൾ കണ്ടാൽ വിട്ടുകളയരുത്. അതിനെ ക്യാൻസൽ ചെയ്തു പ്രാർത്ഥിക്കണം. അടിക്കാൻ പോകണ്ട, കുത്താൻ പോകണ്ട, വിപ്ലവത്തിന് പോകണ്ട, റാലിക്ക് പോകണ്ട, ജാഥയ്ക്ക് പോകണ്ട, പേപ്പറിൽ എഴുതണ്ട. നീ പ്രാർത്ഥിക്കുമെങ്കിൽ എല്ലാം മാറ്റിമറിക്കാൻ നിനക്ക് കഴിയും. സമാധാനം കൽപ്പിക്കുവാൻ ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിച്ചു വരുത്തുവാൻ നിനക്ക് അധികാരമുണ്ട്. ദേശത്തില്ലാത്ത സമാധാനത്തെ ഉള്ളതിനെ പോലെ വിളിച്ചു വരുത്തുവാൻ നിനക്ക് അധികാരമുണ്ട്. നിങ്ങൾ ഒരു അനുഗ്രഹമായി മാറണം. നിങ്ങൾ താമസിക്കുന്ന എനിക്കറിയാം, എൻ്റെ വീട് ഈ ദേശത്തൊരു അനുഗ്രഹമാണ്. ആരും ഒരു നല്ല വാക്ക് പറയത്തില്ല. ഇവിടെ റെസിഡൻസ് അസോസിയേഷൻ ഉണ്ട്, KLR കുന്നേൽ ലൈൻ റെസിഡൻസ് അസോസിയേഷൻ. ഒരു പ്രാവശ്യം പോലും എന്നെ ഒന്ന് പ്രകീർത്തിച്ചിട്ടില്ല. പക്ഷേ ഈ ദേശം ഞാൻ മുഖാന്തരം സമാധാനം അനുഭവിക്കുന്നുണ്ട്. ഇവരാദ്യം വിളിച്ച് ഒരു ഷാള് പുതപ്പിക്കേണ്ടത് എന്നെയാണ്. ചോദിച്ചു വാങ്ങുകയല്ല, പരമാർത്ഥം പറയുകയാണ്. അവര് സാഹിത്യകാരന്മാരെ വിളിച്ചു, ഷാള് പുതപ്പിച്ചു. രാഷ്ട്രീയക്കാരന്മാരെ, ഇവരെല്ലാം എന്താണ്? ഒറ്റപ്പെട്ട കാര്യങ്ങൾ മാത്രം ചെയ്യുന്നവരാണ്. അവർക്ക് നല്ലത് വരട്ടെ, സന്തോഷം, അതിലല്ല. പക്ഷെ നമ്മളാണ് യഥാർത്ഥമായി അനുഗ്രഹമായി മാറുന്നത്. ഒരാമയം ആരും മനസ്സിലാക്കുന്നില്ലെങ്കിലും മനസ്സിലാക്കുന്ന ഒരു സ്വർഗീയ ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. ഭാവി കാലത്ത് പട്ടണങ്ങളെ വാഴുവാൻ തക്കവണ്ണം നാം ഉയർത്തപ്പെടുകയാണ്. നാം മുഖാന്തരം വലിയൊരു സമാധാനം ദേശം അനുഭവിക്കട്ടെ. നാം മുഖാന്തരം വലിയൊരു വെളിച്ചമുണ്ടാകട്ടെ. വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതി. മടങ്ങി വരട്ടെ. നോക്കുക, ആർക്കും അടക്കുവാൻ കഴിയാത്ത 2 പേർ. ഇതുപോലെ നിങ്ങളുടെ ജീവിതത്തിൽ ആരെങ്കിലും ഉണ്ടോ? രോഗമായിട്ടോ കടഭാരമായിട്ടോ ഉണ്ടോ? പരിഹാരത്തിന് യേശുവിൻ്റെ കയ്യിൽ വകയുണ്ട്. ഒരാമയും പറഞ്ഞാട്ട്. നിനക്ക് അടക്കാൻ കഴിയാത്ത എന്തെങ്കിലും വിഷയമുണ്ടോ? രോഗവിഷയമാകട്ടെ, കടഭാരമാകട്ടെ, എന്തെങ്കിലും നിന്നയാകട്ടെ, ഏതെങ്കിലും വിഷയം ആയിക്കോട്ടെ, നിനക്ക് ആരുണ്ട്? പരിഹാരകനായി ഒരു യേശുവുണ്ട്. അവന്റെ നാമത്തിൽ കൽപ്പിച്ചാൽ ഇത് വേരോടെ നീങ്ങി കടലിൽ ചാടി നട്ടുപോകും. പ്രിയമക്കളെ, ആ ഭൂതങ്ങൾക്ക് കയറായിപ്പോകാനുള്ള വണ്ടി മാത്രമാണ് എന്ത്? ആ പന്നികൾ. അവർക്ക് കയറിപ്പോകാൻ വേണ്ടിയുള്ള വണ്ടി എന്ത്? പന്നികൾ. എന്താ സംഭവിച്ചത്? അത് വേരോടെ കടലിൽ ചാടിപ്പോയി. മനസ്സിലാക്കിയവർക്കായി സ്തോത്രം. ആ വണ്ടിയെല്ലാം പൊളിഞ്ഞുപോയി. വണ്ടി എന്താണ്? പന്നികൾ. ആ വണ്ടിക്കകത്ത് കയറ്റി എവിടോട്ട് വിട്ടു ദൈവം? കടലിന് അടിയിലേക്ക്. അതുപോലെ നിന്റെ പ്രതികൂലങ്ങളെ കടലിന്റെ ആഴങ്ങളിലേക്ക് ചാടിക്കണം. നിന്റെ കടഭാരങ്ങളെ കടലിന്റെ ആഴങ്ങളിലേക്ക് ചാടിക്കണം. നിന്റെ തടസ്സങ്ങളെ കടലിന്റെ ആഴങ്ങളിലേക്ക് ചാടിക്കണം. വിശ്വസിക്കുന്നവർക്കായി. അതും ഒറ്റ വാക്കിൽ. ഞാൻ കഴിഞ്ഞ ആഴ്ചയും പറഞ്ഞൊരു കാര്യമുണ്ട്, വീണ്ടും ഒരിക്കലും ഓർപ്പിക്കാം. ഈ 6000 ഭൂതം കയറിയത് ഒരു ദിവസം കൊണ്ടല്ല, പല സന്ദർഭങ്ങളിലായിട്ടാണ്. ആദ്യം ഒരു ഭൂതം കയറി, അവൻ എന്ത് ചെയ്തു? അവൻ പോയി 7 എണ്ണത്തെ. കാര്യം ഇത് കൂട്ടത്തോടുള്ള ആക്രമണമാണ്. അതാണ് പിശാച്. ദൈവം ഒറ്റയ്ക്കാണ്. മനസ്സിലായോ? പിശാച് കൂട്ടത്തോടെയാ, ദൈവം. കാര്യം എന്താ? ദൈവം ഒറ്റയ്ക്ക് മതി. അതാ അവന്റെ പ്രത്യേകത. ഒരവൻ പറഞ്ഞാട്ടെ, പിശാചിന് കൂട്ടം വേണം, കൂട്ടത്തോടെ പോകണം. എന്നാൽ ദൈവത്തിന് ഒറ്റയ്ക്ക് ഏകനായി മഹാത്ഭുതങ്ങളെ ചെയ്യുവാൻ കഴിയും. ദൈവം ദൈവമാണ്. അവൻ ഏക സത്യ ദൈവമാണ്. എപ്പോഴും ഓർക്കണം കേട്ടോ. ആരെങ്കിലും 33 കോടി ദൈവം ഉണ്ടെന്ന് പറഞ്ഞാൽ പറയണം, ഇല്ല, ഒറ്റ ദൈവമേ ഉള്ളൂ. ഒരവൻ പറഞ്ഞാട്ട് അവിടെ തന്നെ അവർ പറയുന്ന വാക്കുകൾക്ക് അർത്ഥമില്ലാതായി. ദൈവം ഏകനാണ്, ഒറ്റയ്ക്ക് മതി. അത്രമാത്രം വലിയവനാണ് ദൈവം. ആര് ഈ വലിപ്പം ഉൾക്കൊള്ളുന്നു? ഒരമ്മയും പറഞ്ഞാട്ട്, ആര് ഈ വലിപ്പം ഉൾക്കൊള്ളുന്നു? എവിടെയും ഒറ്റയ്ക്കിരുന്ന് പ്രവർത്തിക്കുവാൻ. നമുക്കറിയാം, ഈ കമ്പ്യൂട്ടർ ആദ്യമായി വന്ന സമയത്ത് നമുക്കറിയാം അതിന് പരിമിതി ഉണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം ഞാൻ വായിക്കാനിടയായി, ആദ്യമായിട്ട് ഇവിടുന്ന് റോക്കറ്റ് അയച്ചപ്പോഴത്തേക്ക് ഒരു റൂം മുഴുവൻ കമ്പ്യൂട്ടർ വെച്ചിട്ടാണ് പ്രവർത്തിച്ചത്.
റോക്കറ്റ് അയക്കാൻ. ഇന്ന് ആ കാര്യം ഒറ്റ കമ്പ്യൂട്ടറിൽ നടക്കും. കാര്യം അത്രമാത്രം ഡെവലപ്പായി. ഒരു റൂം മുഴുവൻ കമ്പ്യൂട്ടർ വെച്ചുകൊണ്ടാണ് ഒരു റോക്കറ്റ് എങ്ങോട്ട് വിട്ടത്? മേളോട്ട് വിട്ടത്. വർഷങ്ങൾക്ക് മുമ്പ്. ഇന്ന് 1-2 കമ്പ്യൂട്ടറുകൾ ഉപയോഗിച്ച് അതേ ഫംഗ്ഷൻ നടത്താനുള്ള തരത്തില് ഡെവലപ്പായി ശാസ്ത്രം. അപ്പോൾ ഒരു കമ്പ്യൂട്ടറിന് ഇങ്ങനെ ഡെവലപ്പാകാൻ കഴിയുന്നെങ്കിൽ ഇതിന്റെയൊക്കെ സൃഷ്ടിതാവായ ദൈവത്തിന് ഏകനായി എത്രമാത്രം അത്ഭുതങ്ങളെ ചെയ്യാൻ കഴിയും. ഒരാമേൻ പറഞ്ഞാട്ട്. നമുക്കറിയാം, ഇന്ന് തന്നെ അത്ഭുതമല്ലേ സാറ്റലൈറ്റിലൂടെ കിടക്കുന്ന കാര്യങ്ങൾ. ഇവിടെ നടക്കുന്ന മീറ്റിംഗ് കേരളത്തിൻ്റെ ഒരു മൂലയിൽ, കൊല്ലത്തിൻ്റെ ഒരു മൂലയിൽ നടക്കുന്ന മീറ്റിംഗാണ്. പക്ഷേ സിയാറ്റിൽ ഇരുന്നു കൊണ്ട് ആൾക്കാർ കാണും. ഇവിടെ സിയാറ്റിൽ ബോയിങ് വിമാനം ഉണ്ടാക്കുന്ന സ്ഥലമാണ് സിയാറ്റിൽ. അമേരിക്കയിൽ നിന്ന് 6 മണിക്കൂർ വീണ്ടും സഞ്ചരിക്കണം. പോകാൻ കൃപല ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് പറയാം, അമേരിക്കയിൽ നിന്ന് ന്യൂയോർക്കിൽ നിന്ന് 6 മണിക്കൂർ പ്ലെയിനിൽ സഞ്ചരിക്കണം സിയാറ്റിൽ എന്ന സ്ഥലത്ത് പോകാൻ. വാഷിങ്ടൺ സ്റ്റേറ്റ്, അതിൻ്റെ തലസ്ഥാനമാണ് സിയാറ്റിൽ. അപ്പോൾ വാഷിങ്ടണിൽ അവിടെ ഇരുന്നു കൊണ്ട് ഇപ്പോൾ ഈ മീറ്റിംഗ് ആർക്ക് കാണാൻ സാധിക്കും? ഒരു സെക്കൻഡ് പോലും വ്യത്യാസമില്ലാതെ എത്രമാത്രം ശാസ്ത്രം ഡെവലപ്പായിരിക്കുന്നു. നോക്കുക, എത്ര മൈലുകൾ, ഏകദേശം 10,000-20,000 മൈലുകൾക്കപ്പുറമുള്ള സ്ഥലത്തിരുന്ന് ഇവിടെ നടക്കുന്ന കാര്യം ശ്രദ്ധിക്കുവാൻ കഴിയുന്ന നിലവാരങ്ങളിൽ ശാസ്ത്രം ഡെവലപ്പായി. ഇത് ഈ അകലം വീണ്ടും വീണ്ടും കുറഞ്ഞുകൊണ്ടിരിക്കുക. ഒരമ്മയും പറഞ്ഞാട്ടെ, പണ്ട് വിമാനത്തില് 12 മണിക്കൂർ ആവശ്യമായിരുന്നു, 14 മണിക്കൂർ ആവശ്യമാണെങ്കിൽ അത് കുറഞ്ഞു വരുന്നു. ഇപ്പോഴിതാ പുതിയ കണ്ടുപിടുത്തം, വെറും 1.5 മണിക്കൂർ കൊണ്ട് ഇവിടുന്ന് അമേരിക്കയിലെത്താൻ കഴിയുന്ന നിലവാരങ്ങളിലേക്ക് ശാസ്ത്രം പുരോഗമിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ രാവിലെ കൊല്ലത്ത് ആരാധിക്കുന്നു, ഉച്ചയ്ക്ക് ട്രിവാൻഡ്രത്ത് ആരാധിക്കുന്നു. അത്രമാത്രം ശാസ്ത്രം ഡെവലപ്പാവുകയാണ്. ഞാൻ ചോദിക്കട്ടെ, അത്രമാത്രം ശാസ്ത്രം ഡെവലപ്പാകുന്നുവെങ്കിൽ ഇതിന്റെയൊക്കെ ഉടയവനായ ഉടമസ്ഥനായ ദൈവത്തിന് എത്രമാത്രം കഴിവുണ്ട്, എത്രമാത്രം വേഗത്തിൽ പ്രവർത്തിക്കുവാൻ കഴിയും. നമുക്ക് ബന്ധമുള്ളത് ശാസ്ത്രവുമായിട്ടല്ല, നമുക്ക് ബന്ധമുള്ളത് ഏകനായി മഹാത്ഭുതങ്ങളെ ചെയ്യുന്ന ദൈവവുമായിട്ടാണ്. ഞാൻ കഴിഞ്ഞ ദിവസം ഇങ്ങനെ ചിന്തിക്കുകയായിരുന്നു ഒരു കാര്യം. ഞാൻ നിങ്ങളോട് പങ്കുവെച്ച കാര്യമാണ്, എങ്കിലും പറയാം. ഞാൻ ഒരിക്കൽ ആശ്രാമ മൈതാനത്ത് നടക്കാൻ വേണ്ടി പോവാം. നടക്കാനല്ല, അങ്ങനെ പോയി നടക്കാൻ പോയി. രാവിലെ പോയപ്പോൾ കാണാം ഒരാൾ എന്നെ കൈകൊട്ടി വിളിക്കുന്നു. ഞാൻ പരിചയക്കാരായിരിക്കും. ഓടി അങ്ങോട്ട് ചെന്ന്, എന്താ വിളിച്ചത്? വിളിച്ചതല്ല, ഡോക്ടർ പറഞ്ഞു കൈയടിക്കാൻ. അപ്പം ഞാൻ ചിന്തിക്കായിരുന്നു, ഒരു മറുപടി കൊടുക്കേണ്ടതാണ്. ഞങ്ങളുടെ ഡോക്ടർ നേരത്തെ പറഞ്ഞു കൈയടിക്കാൻ. അന്ന് തൊട്ട് ഞങ്ങളുടെ ഡോക്ടർ പറഞ്ഞത് പ്രകാരം ഞങ്ങൾ കൈയടിക്കുന്നത് കൊണ്ട് ഞങ്ങൾക്ക് ലോകപ്രകാരമുള്ള ഡോക്ടർമാർ നിർദ്ദേശം കേട്ട് കൈയടിക്കേണ്ട ആവശ്യമില്ല. ഹൃദയം പുതുക്കപ്പെടുകയാണ്, ഓരോ കോശങ്ങളും പുതുക്കപ്പെടുകയാണ്. കരങ്ങളെ ചേർത്തടിച്ച്. നമ്മുടെ ഡോക്ടർ വലിയവനാണ്. ആ ഡോക്ടർ പറയുന്ന നിർദ്ദേശങ്ങൾ ഏറ്റെടുത്ത് നാം പ്രവർത്തിക്കുമെങ്കിൽ നമ്മുടെ ഓരോ അവയവങ്ങളും പുതുക്കപ്പെടുകയാണ്. ഈ കാലങ്ങളിലാണ് ഈ റീപ്ലേസ്മെന്റ് വന്നത്. പണ്ട് കാലത്തെല്ലാം റിപ്പയറിംഗ് ആണ്, അല്ലേ? അംബാസഡർ കാർ നമുക്കറിയാം. ഒരു സാധനം പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അത് റിപ്പയർ ചെയ്യും. ലൈത്തി കൊണ്ടുപോയി അതിന്റെ തേയ്മാനം മാറ്റി വീണ്ടും പിടിപ്പിക്കും. ഇന്നാണെങ്കിലോ അതോടെ എടുത്ത് മാറ്റിയിട്ട് പുതിയെടുത്ത് ഫിറ്റ് ചെയ്യും. ഇപ്പൊ റിപ്പയറിംഗ് ഇല്ല, എന്താ ഉള്ളൂ? റീപ്ലേസ്മെന്റേ ഉള്ളൂ. പക്ഷേ യുഗങ്ങൾക്ക് മുൻപേ എൻ്റെ ദൈവത്തിനും റീപ്ലേസ്മെന്റേ ഉള്ളൂ, റിപ്പയറിംഗ് ഇല്ല. അവൻ നിങ്ങൾക്ക് പുതിയൊരു ഹൃദയം തരോ, പുതിയ ഞരമ്പുകൾ, പുതിയ കോശങ്ങൾ. ഹല്ലേലൂയ. പക്ഷേ എനിക്ക് ശാസ്ത്രത്തോടെ ചില കംപ്ലൈൻ്റ് ഉണ്ട്. ചില കണ്ടുപിടുത്തങ്ങളൊന്നും നേരത്തെ ആകുന്നില്ല എന്നെനിക്ക് പരാതിയുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ വയസ്സ് എന്നവർക്ക്, അവർക്ക് ഒരു കാലോ കയ്യോ ഒക്കെ ഒരു വയ്യായ്മ വന്നു കഴിഞ്ഞാൽ അതിനെ മറികടക്ക് നിലവാരമുള്ള കണ്ടുപിടുത്തങ്ങൾ ഡെവലപ്പായിട്ടില്ല. ഓപ്പറേഷൻ ഉണ്ടായിരിക്കാം,
പുതിയ എങ്ങനെ വെക്കുന്നത്, അതിനൊക്കെ കുറച്ച് പരിമിതിയുണ്ട്. എല്ലാ 85 വയസ്സ് 86 വയസ്സൊക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ ഓപ്പറേഷനൊന്നും നടത്താനൊക്കത്തില്ല അല്ലേ. പലതും ഷുഗർ നോർമലാകണം, പ്രഷർ നോർമലാകണം. അപ്പോൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്, എല്ലാം കൂടെ നടക്കത്തില്ല. അതിന് വ്യത്യസ്തമായിട്ട് അവർക്ക് നടക്കുവാൻ കഴിയുന്ന നിലവാരങ്ങളിലൊക്കെ ഉള്ള ഡെവലപ്മെൻറ്റ്സ് വന്നിട്ടില്ല. പ്രായമുള്ളവർക്ക് പ്രാധാന്യം കൊടുക്കുന്ന നിലവാരങ്ങളിലല്ല ശാസ്ത്രത്തിൻ്റെ കണ്ടുപിടുത്തങ്ങൾ. അതിനെനിക്ക് വലിയ സങ്കടമുണ്ട്. പ്രാർത്ഥിക്കാം, മാറ്റം വരട്ടെ. ഹല്ലേലൂയ. ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ കാണാം ഒരു കാഴ്ച ദൈവം എന്നെ കാണിച്ചു. എന്ന് പറഞ്ഞാൽ സ്വപ്നമല്ല, നെറ്റിലായിട്ട് ഒരു വയസ്സ് നാള് എന്ന് പറഞ്ഞാൽ അയാൾക്ക് കൈയില്ല, കാലില്ല, അയാൾക്ക് ഇടുപ്പില്ല, അയാൾക്ക് നടക്കത്തക്കവണ്ണം പ്രത്യേക ഒരു അവയവം കണ്ടുപിടിക്കപ്പെട്ടിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ രണ്ടുപേരുടെ സഹായം വേണം. അതിനകത്ത് അയാളെ ഇങ്ങനെ കെട്ടിവെക്കും. കെട്ടിവെച്ച് കഴിഞ്ഞാൽ ആ ഉള്ള കാലുകൊണ്ട് നമുക്ക് നടക്കുവാൻ കഴിയും. അപ്പോൾ ഇങ്ങനെയുള്ള കണ്ടുപിടുത്തങ്ങൾ ഭാവിയിൽ വർദ്ധിക്കണം. പക്ഷേ അതിനേക്കാൾ ഫലപ്രദമാണ് നരയ്ക്കുവോളം ചുമക്കുന്ന നമ്മുടെ കർത്താവ്. ഒരാമേൻ പറഞ്ഞിട്ട്, അതിനേക്കാൾ ഫലപ്രദമാണ് നരയ്ക്കുവോളം ചുമക്കുന്ന നമ്മുടെ കർത്താവ്. നമ്മുടെ ഓരോ അവയവങ്ങളെയും ബലപ്പെടുത്തുവാൻ നമ്മുടെ കർത്താവിന് കഴിയും കഴിയും കഴിയും. വിശ്വസിക്കുന്നവർ ഒന്ന് കരം ചേർത്തടിച്ച് ശക്തിയോടെ സ്തുതിക്കട്ടെ. നോക്കുക, ഒരു മനുഷ്യന്റെ മേൽ കയറിയ 6000 ഭൂതം, പല സന്ദർഭങ്ങളിൽ കയറിയ പിശാച്. ഒരു പിശാച് പോയി 7 കൊണ്ടുവന്നു, 7 പോയി, 7 വീതം കൊണ്ടുവന്നു. അങ്ങനെ ഗുണിതങ്ങളായി 6000 പക്ഷേ ഇതൊന്നും യേശുവിന് വിഷയമല്ല. യേശു ചോദിച്ചു, നിന്റെ പേരെന്താണ്? ലീജിയോൻ. എത്ര എണ്ണം ഉണ്ടെന്നാണ് യേശു ചോദിച്ചത്. അത് ആർക്ക് മനസ്സിലായി? പിശാചിന് മനസ്സിലായി. പിശാചാന്നറിയാം, യേശു അറിയാം. ചോദിച്ചു, നീ എത്ര എണ്ണം ഉണ്ട്? 6000. 6000 ഉണ്ടോ? ഞാൻ വിചാരിച്ചു 2 ഉള്ളാന്ന്, ഞാൻ പോട്ടെ എന്ന്. യേശു പറഞ്ഞില്ല. 6000 ഒറ്റ വാക്കിൽ, 6000 ഒറ്റ വാക്ക് യേശു കൽപ്പിച്ചു. അതാണ് എൻ്റെ യേശുവിൻ്റെ വൈഭവം, അതാണ് യേശുവിൻ്റെ വല്ലഭത്വം, അതാണ് എൻ്റെ യേശുവിൻ്റെ വലിപ്പം, അതാണ് എൻ്റെ യേശുവിൻ്റെ ഉയർച്ച. ഒറ്റ വാക്കിൽ ഏതു പ്രതികൂലത്തെയും കടലിൻ്റെ അടിയിൽ ചാടിക്കുവാൻ, വേരോട് കടലിൽ ചാടിക്കുവാൻ കഴിവുള്ളൊരു ദൈവത്തെയാണ് നീ സേവിക്കുന്നത്. ആർക്കും അടക്കുവാൻ കഴിയാത്ത കടഭാരത്തെ, ആർക്കും അടക്കുവാൻ കഴിയാത്ത രോഗാത്മാവിനെ, ആർക്കും അടക്കുവാൻ കഴിയാത്ത ശാപത്തെ അടക്കുന്ന നല്ലവനായ യേശു. വീണ്ടും വായിക്കാം, മർക്കോസ് 3-ാം അധ്യായം 27-ാമത്തെ വാക്യം. ബലവാനെ പിടിച്ചു കെട്ടിയിട്ടല്ലാതെ അവന്റെ വീട്ടിൽ കടന്ന് അവന്റെ കോപ്പ് കവർന്നു കളവാൻ ആർക്കും കഴിയുകയില്ല. ഈ വാക്യം വളരെ ആഴമേറിയൊരു വാക്യമാണ്. ഒരു വിശ്വാസി വ്യക്തമായി ബോധ്യപ്പെടേണ്ട ഒരു വാക്യമാണ് ഈ വാക്യം. ഇവിടെ ബലവാൻ എന്ന് ഉദ്ദേശിക്കുന്ന ആരെന്നറിയാമോ? പിശാചാണ്. പിശാച് അതിബലവാനല്ല, ബലവാനാണ്. സർവശക്തനല്ല, പക്ഷെ ശക്തനാണ്. ഈ പിശാചിനെ നീ എന്ത് ചെയ്യണം? പിടിച്ച് കെട്ടണം. ബലവാനെ പിടിച്ച് കെട്ടാതെ ആർക്കും അവൻ്റെ കോപ്പ് കവർന്നു കളയുവാൻ കഴിയുകയില്ല. നിനക്കെതിരെ ദുഷ്ടപിശാച് ചില പ്ലാനുകൾ തയ്യാറാക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഒരു ദൈവ പൈതലിനെതിരെ. അവൻ്റെ താല്പര്യം എന്താണ്? നീ ഉയരുവാൻ പാടില്ല. കാരണം ഏത് കാലത്തും നിന്റെ ഉയർച്ച പിശാചിന് ഒരു ഭീഷണിയാണ്. ഒരാമേൻ പറഞ്ഞാട്ട്. പ്രിയമക്കളെ, ചിലർ പറയും, പാസ്റ്ററെ എനിക്ക് കുഞ്ഞുങ്ങളില്ല, 2 വർഷമായി, 3 വർഷമായി, 4 വർഷമായി. എന്താ പാസ്റ്ററെ കാര്യം? മക്കളെ, നിനക്ക് കിട്ടാൻ പോകുന്ന അനുഗ്രഹം സാധാരണ അനുഗ്രഹമല്ല. ഹന്നായുടെ ഗർഭം ദൈവം അടച്ചു. എന്തിനാ? ആ വിഷയത്തിൽ അല്പം കൂടെ പ്രാർത്ഥന വീഴണം. കാര്യം ഒരു സാധാരണ കുഞ്ഞിനെ അല്ല ഹന്ന പ്രസവിക്കാൻ പോകുന്നത്. ലോകത്ത് അറിയപ്പെടുന്ന പ്രവാചകൻ എന്ന ശമൂവേൽ പ്രവാചകനെ. അതുകൊണ്ട് ചില കാര്യങ്ങൾ അല്പം കൂടെ പ്രാർത്ഥന വീഴാൻ വേണ്ടിയാണ് ദൈവം താമസിപ്പിക്കുന്നത്. ഒരാമേൻ പറഞ്ഞാട്ട്. ഈ സമയത്ത് നീ എന്ത് ചെയ്യണം? ശക്തമായി പ്രാർത്ഥിക്കണം. ഞാൻ ചോദിക്കട്ടെ ദൈവമക്കളെ, നിങ്ങളുടെ പാസ്റ്റർ എത്ര പേർക്ക് അനുഗ്രഹമായി മാറി?
ഈ ഒരു കൊച്ചു ജീവിതം കൊണ്ട് എത്ര പേർക്ക് വെളിച്ചം കിട്ടി? സത്യമാണോ ഞാൻ പറയുന്നത്? ഒരു പ്രസ്ഥാനത്തിൻ്റെ സഹായമില്ല, സംഘടനയുടെ സഹായമില്ല, സാമ്പത്തിക അടിത്തറയില്ല. എത്രയോ ജീവിതങ്ങൾ ഏതെല്ലാം രാജ്യങ്ങളിൽ ഞാൻ മുഖാന്തരം അനുഗ്രഹം പ്രാപിച്ചു, അനുഗ്രഹം പ്രാപിക്കുന്നു. അപ്പോൾ ഞാൻ എന്നൊരു കുഞ്ഞ് ഈ ദേശത്ത് വളർന്നപ്പോൾ, എനിക്ക് വിശ്വാസം കിട്ടിയപ്പോൾ, ഞാൻ മുഖാന്തരം എത്രയോ അത്ഭുതങ്ങൾ സംഭവിക്കും. അങ്ങനെ എത്രയെത്ര ദൈവദാസന്മാർ, ഭക്തന്മാർ, വിശ്വാസ വീരന്മാർ ഒരു അനുഗ്രഹമായി മാറുന്നു. ഈ ദേശത്ത് ഇത്രമാത്രം സമാധാനം ഞാൻ മുഖാന്തരം അനുഭവിക്കുന്നുണ്ട്, സമൃദ്ധി അനുഭവിക്കുന്നുണ്ട്, വെളിച്ചം അനുഭവിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞത്, അങ്ങനെ നമ്മുടെ കുഞ്ഞുങ്ങളെ അനുഗ്രഹമാക്കാൻ കഴിയുന്നൊരു ദൈവമുണ്ട്. എൻ്റെ താല്പര്യം എൻ്റെ ചെറുമക്കളും എന്നെ പോലെ വിശ്വാസമുള്ളവരായിരിക്കണം. പ്രിയമക്കളെ, വിശ്വാസം എന്ന വലിയ സമ്പത്ത് അത് ജന്മനാ കിട്ടുന്ന ഒരു അനുഗ്രഹം കൂടെയാണ്. രാമൻ പറഞ്ഞാട്ട് ഇപ്രകാരം വായിക്കുന്നു, ദൈവം അവനവന് വിശ്വാസത്തിന്റെ അളവ് പങ്കിട്ടതുപോലെ. റോമാലേഖനത്തിൽ വാക്യമുണ്ട്. അപ്പോൾ വിശ്വാസം എന്താണ്? ജനിക്കുമ്പോൾ തന്നെ കിട്ടുന്ന ഒരു അനുഗ്രഹമാണ്. നിങ്ങൾ വിചാരിക്കും ഇന്നലെയോ കഴിഞ്ഞ വർഷമോ അല്ലെങ്കിൽ 10 വർഷം മുമ്പോ ആണ് എനിക്ക് വിശ്വാസം കിട്ടിയത്. അല്ല, എൻ്റെ കൊച്ചു പ്രായത്തിൽ ഞാൻ പറയാറുണ്ട്, ഞാൻ ഒരു കുരുത്തം കെട്ട ചെറുക്കനായിരുന്നു. കാര്യം എല്ലാവരും എന്നെ താലോലിക്കും, അരുത്തിച്ച് എന്നെ എന്ത് ചെയ്യും, എന്നല്ല കുരുത്തം കെട്ട ചെറുക്കൻ. അല്ല, കാണാൻ നല്ല സുന്ദരനായിരുന്നു ഞാൻ. ഇപ്പോഴത്തെ പോലെ അല്ല കേട്ടോ, നല്ല സുന്ദരനായിരുന്നു കൊച്ചിലെ കേട്ടോ. നല്ല ഗുണ്ടുമണിയായിട്ടിരിക്കുന്ന എല്ലാവരും എടുത്ത് പൊക്കി എന്നെ ഇങ്ങനെ താലോലിച്ച് ഞാൻ ആരായി? ഒരു കുരുത്തം കെട്ട ചെറുക്കനായി. എന്നെ എന്ത് ചെയ്യും? അടച്ചിട്ടിട്ട് എവിടെ പോകും? അമ്മ സാധനം മേടിക്കാൻ പോകും, അമ്മ ഹോസ്പിറ്റലിൽ ജോലിക്ക് പോകും, വല്യമ്മച്ചി സാധനം മേടിക്കാൻ പോകും. എന്ത് ചെയ്യും? എന്നെ ഒരു മുറിക്കകത്ത് അടച്ചിടും. എന്നിട്ട് ജനൽ മാത്രം തുറന്നിടും. ആ ജനലിൽ കൂടെ അകത്തുള്ളതെല്ലാം എടുത്ത് ഞാൻ പുറത്തിടും. ഇതാണ് എൻ്റെ പരിപാടി. നോക്ക്, ആ കാലത്ത് എൻ്റെ വല്യമ്മച്ചി എന്നെ ഒന്ന് ഒതുക്കിയിരുത്താൻ പറഞ്ഞ ചില കഥകൾ, ബൈബിൾ കഥകൾ എൻ്റെ അകത്ത് വലിയ വിശ്വാസമായി മാറി. അമ്മ പറഞ്ഞത് ഡ്രാക്കുള കഥകളല്ല, ഈസോപ്പ് കഥകളല്ല. അമ്മ പറഞ്ഞെന്തെന്നറിയാമോ? ഇസ്രായേൽ മക്കളെ ദൈവം നടത്തിയ വിധങ്ങൾ. എനിക്കെപ്പോഴും എൻ്റെ വല്യമ്മച്ചിയോട് നന്ദിയുണ്ട്. എൻ്റെ കൊച്ചു പ്രായത്തിൽ എന്നെ വിശ്വാസം പഠിപ്പിച്ച എൻ്റെ വല്യമ്മച്ചിയോട് എനിക്ക് നന്ദിയുണ്ട്. അവരത് പഠിപ്പിക്കാൻ കാര്യം എന്തെന്നറിയാമോ? അവര് മാർത്തോമാ സഭയിലെ കുഞ്ഞുങ്ങളെ നോക്കുന്ന ഒരു ചുമതല അവർക്കുണ്ടായിരുന്നു. ചെറിയ കാലത്ത് കുഞ്ഞുങ്ങളെ നോക്കുന്ന അന്ന് അവരെ അവിടെ പഠിപ്പിച്ച് കേട്ട പാഠങ്ങളാണ് അവരെനിക്ക് പകർന്നത്. ദൈവം ഇസ്രായേൽ മക്കളെ മരുഭൂമിയിൽ നടത്തിയ വിധങ്ങൾ, ചെങ്കടലിനെ 2ആയി വിഭാഗിച്ച വിധങ്ങൾ, വൻമതിലിനെ തകർത്ത വിധങ്ങൾ എൻ്റെ അകത്ത് ഒരു വലിയ വിശ്വാസമായി. നാളുകൾ കഴിഞ്ഞപ്പോൾ അത് ഞാൻ TV-യിൽ കണ്ടു, നെറ്റിൽ കണ്ടു. മോശ ചെങ്കടലിനെ 2ആയി വിഭാഗിക്കുന്നു. ഞാനിരുന്ന് കരഞ്ഞുപോയി. ഒരാൾ ചോദിച്ചു, എന്തായിരുന്നു കരയുന്നത്? എന്താ കരയുന്നത്? അവർക്കറിയത്തില്ല എൻ്റെ ആഴങ്ങൾ എന്താണെന്ന്. ഹല്ലേലൂയ. എനിക്കതിൻ്റെ ആഴമറിയാം. നോക്കുക, തൻ്റെ ജനത്തിനു വേണ്ടി വൻ കടലിനെ 2ആയി വിഭാഗിക്കുന്ന ദൈവം ഒരു വലിയ കടലിനെ തൻ്റെ ജനത്തെ പ്രാധാന്യമുള്ളതായി കണ്ടുകൊണ്ട് ഒരു വലിയ കടലിനെ, അസാധ്യങ്ങളിൽ അസാധ്യമെന്ന് ലോകം പറഞ്ഞ കടലിനെ ഒരു വാക്കുകൊണ്ട് തൻ്റെ ജനത്തിനു വേണ്ടി 2ആയി വിഭാഗിക്കുവാൻ കഴിവുള്ള ഒരു ദൈവം. ആ ദൈവത്തിൻ്റെ വലിപ്പം എൻ്റെ അകത്ത് കയറി. മനസ്സിലാക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കട്ടെ. നോക്കുക, വായിച്ച കാര്യം എന്താണ്? ആർക്കും കവർന്നു കളയാൻ കഴിയാത്തത് കവർന്നു കളയാൻ ആർക്ക് കഴിയും? നമുക്ക് കഴിയും. ആർക്കും കവർന്നു കളയാത്തത് എന്താണ്? പിശാച് പിടിച്ചു വച്ചിരിക്കുന്ന അനുഗ്രഹങ്ങൾ ബലവാനെ പിടിച്ചു കെട്ടിയിട്ട് അത് കൈവശമാക്കണം. ഇത് വിശ്വാസ ജീവിതമാണ്, ഇത് പോരാട്ടമുള്ള ജീവിതമാണ്. രാമൻ പറഞ്ഞാട്ട് വെറുതെ ഒന്നും അനുഗ്രഹം കിട്ടത്തില്ല. മല്ലു പിടിക്കണം, ബലവാനെ പിടിച്ച് കെട്ടണം. നിനക്കെതിരെയുള്ള ദുഷ്ട പിശാചിനെ പിടിച്ച് കെട്ടണം.
നിന്നോട് കൂടെയുള്ളവൻ അവരോട് കൂടെയുള്ളവനേക്കാൾ വലിയവനാണ്. നിനക്കതിന് കഴിയും 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 കഴിയും. നീ അങ്ങനെ ചെയ്താൽ അവൻ നിനക്കെതിരെ തിരിയത്തില്ല. അവൻ നിന്റെ കാലിന്റെ കീഴിലാകുകയുള്ളൂ. പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ നിനക്ക് അധികാരമുണ്ട്. അവയൊന്നും ഒരു ദോഷവും നിനക്ക് ചെയ്യുകയില്ല. ഞാൻ പറഞ്ഞു പിശാചിന്റെ സൈക്കോളജി എന്താണ്? എതിർത്തില്ലെങ്കിൽ കൊങ്ങയ്ക്ക് പിടിക്കും, എതിർത്താൽ നിന്നെ വിട്ട് ഓടിപ്പോകും. ഒരാമൻ പറഞ്ഞാട്ടെ. നീ നിന്റെ അധികാരങ്ങളെ ഉപയോഗിക്കണം. നീ അടിക്കാനും കുത്താനും ഒന്നും പോകണ്ട, ഹോമം നടത്തണ്ട, യാഗം നടത്താൻ പോകണ്ട. പ്രാർത്ഥനയിൽ പറയണം, എതിരായുള്ള ദുഷ്ടപിശാചേ, എന്നെ മുമ്പോട്ട് വിടാതെ തടസ്സപ്പെട്ട ദുഷ്ടപിശാചേ, നിന്നെ ഞാൻ പിടിച്ചു കെട്ടുന്നു യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ. ഇങ്ങനെ പറഞ്ഞാൽ ഉത്തരവാദിത്വം മുഴുവൻ യേശുവിൻ്റെ നാമത്തിനാണ്. ആ നാമത്തിൻ്റെ ശക്തിയാലാണ് നീ അതിനെ പിടിച്ചു കെട്ടുന്നത്. എന്നിട്ട് അവൻ്റെ കയ്യിലെ കോപ്പ് കവർന്നെടുക്കണം. നിന്റെ അനുഗ്രഹം പിടിച്ചു വാങ്ങണം. പ്രിയമക്കളെ, ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്. നാം അവകാശികളാണ്. നമ്മൾ ആരാണ്? അവകാശികളാണ്. നമ്മൾ അനുഭവിക്കേണ്ടതാണ് പല ദുഷ്ട നേതാക്കന്മാരും പിടിച്ചു വച്ചിരിക്കുന്നത്. നമ്മൾ വളർച്ച പ്രാപിച്ചാൽ അതിനെ പിടിച്ചെടുക്കുവാൻ കഴിയും. ഇപ്രകാരം വായിക്കുന്നു, അവകാശി സകലത്തിനും ഉടയവനെങ്കിലും ശിശുവായിരിക്കുന്നിടത്തോളം അവന് കഴിവില്ല. ഇപ്പോൾ ഞാൻ അംബാനിയുടെ മോനാണ്. എനിക്കറിയത്തില്ല ഞാൻ അംബാനിയുടെ മോനാണെന്ന്. ഉദാഹരണം പറയുക, എനിക്ക് വളർച്ചയില്ല, ബുദ്ധിയില്ല. ഉദാഹരണം, മന്ദബുദ്ധിയാ. എനിക്ക് അംബാനിയുടെ പണത്തെക്കുറിച്ച് അറിവില്ല, എൻ്റെ അപ്പൻ്റെ പണത്തെക്കുറിച്ച് അറിവില്ല. ഞാൻ വല്ലതും ക്ലെയിം ചെയ്യുമോ? ഇല്ല. ഞാൻ വല്ലതും കിട്ടിക്കഴിഞ്ഞാൽ, ചോറ വല്ലതും കിട്ടി മുമ്പിൽ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ എടുത്ത് കഴിച്ചിട്ട് അവിടെ ഇരിക്കും. അവിടെ നിന്ന് മാറ്റി വെച്ചാൽ അങ്ങോട്ട് മാറി ഇരിക്കും. കാര്യം എന്താണ്? എനിക്ക് വളർച്ചയില്ല. പക്ഷേ നല്ല ബുദ്ധി കൂർമ്മതയുള്ള സാമാന്യ ബുദ്ധിയുള്ള മകനാണ് അദ്ദേഹത്തിൻ്റെ മകനെങ്കിൽ അവൻ്റെ തലയിൽ എന്ത് കയറും? എൻ്റെ അപ്പൻ വലിയ പണക്കാരനാണ്, ഞാൻ അതിന് അവകാശിയാണ്. ഈ നിലവാരങ്ങളിൽ നിന്റെ ചിന്ത പ്രബലപ്പെടണം. ഒരമ്മയും പറഞ്ഞാട്ട്, നീ അവകാശിയാണ്. നീ അവകാശിയാകുമ്പോൾ നിന്റെ എന്തെങ്കിലും അനുഗ്രഹം ഏതെങ്കിലും ദാസന്മാർ പിടിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ നീ അവകാശ ബോധത്തോടെ ചോദിച്ചാൽ അത് തിരിച്ചു തന്നേ മതിയാകൂ. ഒരമ്മയും പറഞ്ഞാട്ടെ, നിങ്ങൾ ഒരു വീട് ഒറ്റയ്ക്ക് കൊടുത്തു, അല്ലെങ്കിൽ വാടകയ്ക്ക് കൊടുത്തു. നിങ്ങൾ എന്ന് പറയുകയാണ്, ഇത് എൻ്റെ വീടാണ്, അടുത്ത മാസം വീട് ഒഴിയണം. അവർ പറയുമോ ഒഴിയത്തില്ലെന്ന്? മിക്കവരും എന്ത് പറയും? സാറേ, ഒരു മാസം കൂടെ അവസരം തരണം, ഞങ്ങൾ അങ്ങനെ പറയും അല്ലേ? കാര്യം എന്താണ്? അവകാശിയാ ചോദിക്കുന്നത്. ഇപ്പം നിയമങ്ങളൊക്കെ വ്യത്യസ്തമായി വന്നിരിക്കുന്നു. ഇപ്പം വാടകയ്ക്ക് കൊടുത്തു കഴിഞ്ഞാൽ മാറിയില്ലെങ്കിൽ വലിയ കുഴപ്പമായ നിലങ്ങളിലേക്ക് ബില്ല് വന്നിരിക്കുകയാണ്. ആയിക്കോട്ടെ, ഞാൻ പറഞ്ഞത് അവകാശ ബോധത്തോടെ ചോദിക്കുമ്പോൾ പിടിച്ചു വച്ചിരിക്കുന്നവൻ അല്ലെങ്കിൽ കുടികടപ്പുകാരൻ കുടി ഒഴിഞ്ഞേ മതിയാകൂ. ഇതേ അവസ്ഥയാണ് നിനക്കുമുള്ളത്. നീ അവകാശിയാണ്. പറഞ്ഞാട്ടെ, ഞാൻ അവകാശിയാണ്. ഞാൻ സൗഖ്യത്തിന് അവകാശിയാണ്, ഞാൻ ആരോഗ്യത്തിന് അവകാശിയാണ്, ഞാൻ ദൈവത്തിൻ്റെ സമ്പത്തിന് അവകാശിയാണ്. ആദ്യം മക്കൾക്ക് തൃപ്തി വരട്ടെ എന്ന് പറഞ്ഞെങ്കിൽ ഞാൻ അവകാശിയാണ്. ഞാൻ ആരോഗ്യത്തിന് അവകാശിയാണ്, ഞാൻ ദീർഘായുസിന് അവകാശിയാണ്, ഞാൻ സന്തതിക്ക് അവകാശിയാണ്, ഞാൻ പുറപ്പാടുകൾക്ക് അവകാശിയാണ്, ഞാൻ കൊയ്ത്തിന് അവകാശിയാണ്, ഞാൻ നന്മയ്ക്ക് അവകാശിയാണ്, ഞാൻ ദീർഘായുസിന് അവകാശിയാണ്. ഞാൻ അവകാശിയാണ്. ആ അവകാശ ബോധത്തോടെ പ്രാർത്ഥിക്കണം. ബലവാനെ പിടിച്ചു കെട്ടി അവൻ്റെ കോപ്പ് കവർന്നു കളയണം. ആർക്കും കവരുവാൻ കഴിയാത്തത് നിനക്ക് കവരുവാൻ കഴിയും. ലൂക്കോസ് 2:21 വാക്യം. നിങ്ങളുടെ എതിരാളികൾക്ക് ആർക്കും ചെറുപ്പാനോ എതിർ പറവാനോ കഴിയാത്ത വാക്കും ജ്ഞാനവും ഞാൻ നിങ്ങൾക്ക് തരും. ഒരു വാഗ്ദത്തമാണിത്. എന്താണ്? നിങ്ങളുടെ എതിരാളികൾക്ക് ആർക്കും എതിർക്കുവാൻ കഴിയാത്ത വാക്കും ജ്ഞാനവും ഞാൻ നിങ്ങൾക്ക് തരും. നോക്കുക, ഈ വാഗ്ദത്തങ്ങൾ എന്ന വിഷയം വളരെ ആഴമേറിയ വിഷയമാണ്. നമുക്കറിയാം, പിതാക്കന്മാർ അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ്,
ദാനിയേൽ, പിതാക്കന്മാർ അബ്രഹാം, ഇസ്ഹാക്ക്, യാക്കോബ്. ഓക്കെ, പിന്നെ അനുഗ്രഹം ദാനിയേലുണ്ട്, പിന്നെ ദാവീദുണ്ട്, പിന്നെ എന്താണ് മൊർദെഖായി ഉണ്ട്. ഇങ്ങനെ വ്യക്തിപരമായി അനുഗ്രഹം പ്രാപിച്ച ഒരുപാട് പേരുണ്ട്. അതിൽ ഏറ്റവും പ്രഗത്ഭനാണ് അബ്രഹാം. അബ്രഹാം അനുഗ്രഹം പ്രാപിക്കാനുള്ള ഒന്നാമത്തെ കാരണം വാഗ്ദത്തം മുറുകെ പിടിച്ചു. അതാണ് കഴിഞ്ഞ ഞായറാഴ്ച ഞാൻ പ്രസംഗിച്ചത് ഇംഗ്ലീഷ് വർഷിപ്പില്. വാഗ്ദത്തം മുറുകെ പിടിച്ചു. ദൈവം പറഞ്ഞ വാഗ്ദത്തം അത് നിവൃത്തിയാകും എന്ന് വിശ്വസിച്ചു. പ്രിയമക്കളെ, ഈ സഭയും ഇത് തന്നെയാണ് പഠിപ്പിക്കുന്നത്. അതിനുവേണ്ടിയാണ് ആ വാഗ്ദത്തങ്ങൾ അച്ചടിച്ച് നൽകിയിരിക്കുന്നത്. നിങ്ങളത് മുറുകെ പിടിക്കണം. മുറുകെ പിടിച്ചാൽ അബ്രഹാമിനെ പോലെ ഉയരുവാൻ കഴിയും. ഒരു പണച്ചെലവുമില്ല. നിങ്ങളുടെ അറിവിലേക്ക് ഞാൻ പറയാം. അബ്രഹാം അനുഗ്രഹം പ്രാപിക്കാനിടയായ 7 കാര്യങ്ങളുണ്ട്. ഇതിടയ്ക്കൊന്ന് പറഞ്ഞോട്ടെ. 1, വാഗ്ദത്തം മുറുകെ പിടിച്ചു. എഴുതി വെച്ചോ ഹൃദയമാകുന്ന മാംസപ്പലകിൽ. അബ്രഹാം അനുഗ്രഹം പ്രാപിക്കാനുള്ള 7 കാര്യങ്ങൾ. 1, വാഗ്ദത്തം മുറുകെ പിടിച്ചു. 2, എവിടെ പോയോ അവിടെ എല്ലാം യാഗപീഠം പണിത് ദൈവത്തെ ആരാധിച്ച്. ഒരമ്മയും പറഞ്ഞാട്ട്, എവിടെ പോയോ അവിടെ എല്ലാം ദൈവത്തെ ആരാധനയ്ക്ക് മുഖ്യ സ്ഥാനം കൊടുത്തു. ഗൾഫിൽ പോകും, അല്ലെങ്കിൽ അമേരിക്കയിൽ പോകും, അല്ലെങ്കിൽ യൂറോപ്പിൽ പോകും, എവിടെ പോയാലും ആരാധനയ്ക്ക് മുഖ്യ സ്ഥാനം കൊടുക്കണം. ഒരമ്മയും പറഞ്ഞാട്ട്, ആദ്യം ചെയ്യേണ്ട കാര്യം എന്താണ്? സ്വന്തമായിട്ട് പാർക്കാൻ ഒരു വീട് കണ്ടുപിടിച്ചില്ലെങ്കിലും ആദ്യം ചെയ്യേണ്ട കാര്യം എന്താണ്? ആരാധനയ്ക്കുള്ള സ്ഥലം കണ്ടുപിടിക്കണം. എഴുതി വെക്ക്. ഇനിയും പുറപ്പാട് നേടേണ്ട ആൾക്കാരിനകത്ത് ഇരിപ്പുണ്ട്. എനിക്കറിയാം. പുറപ്പാട് താല്പര്യപ്പെടുന്ന, പ്രാർത്ഥിക്കുന്ന, അതിൻ്റെ കാര്യങ്ങൾ ക്രമീകരിക്കപ്പെട്ട വ്യക്തികളിനകത്ത് ഇരിപ്പുണ്ട്. നിങ്ങൾ ചെയ്യേണ്ട കാര്യം, വലിയൊരു വീട് കിട്ടിയില്ലെങ്കിലും അത്യാവശ്യം ഒരു അക്കോമഡേഷൻ കിട്ടി, അവിടെ ഇരുന്നുകൊണ്ട് നല്ല ഒരു ആരാധനാലയം കണ്ടുപിടിക്കണം. എന്താണ് നല്ല ആലയം? വിശ്വാസം പ്രസംഗിക്കുന്ന ആലയം, സത്യത്തിലും ആത്മാവിലും ദൈവത്തെ ആരാധിക്കുന്ന ആലയം, തട്ടിപ്പുകളും കൃത്രിമങ്ങളും കള്ളപ്രവചനങ്ങളും ഇല്ലാത്ത ആലയം, ദൈവത്തോട് നമ്മെ അടുപ്പിക്കുന്ന ആലയം. അത് കണ്ടുപിടിക്കണം. ഒരമയം പറഞ്ഞാട്ട്, അതാണ് അബ്രഹാം ചെയ്തത്. എവിടെ പോയോ അവിടെ എല്ലാം യാഗപീഠം പണിത് ദൈവത്തെ ആരാ. 3-ാമത്തെ കാര്യം, പിണങ്ങിയ സഹോദരനെ സ്നേഹത്തോടെ ഒഴിവാക്കി. ഇത് വളരെ വിലപ്പെട്ട ഒരു ഉപദേശമാണ്. നിന്റെ അടുത്ത് നിന്ന് എന്നോട് സംസാരിക്കുന്ന ബന്ധുവിനെ നീ മനസ്സിലാക്കണം. അവൻ്റെ ഉള്ളിലിരിപ്പ് എന്താണെന്ന് വേഗത്തിൽ പിടിച്ചെടുക്കണം. അതിന് പ്രത്യേക ജ്ഞാനം വേണം, വിവേകം വേണം. പലരും പുറമേ ചിരിക്കും, അടി കൂടെ പാര വെക്കും. സ്വന്തം സഹോദരനാ, പക്ഷേ സൂക്ഷിക്കണം. അങ്ങനെയുള്ളവനെ കണ്ടാൽ എന്ത് ചെയ്യണം? അവനെന്ത് ചെയ്യണം? സ്നേഹത്തോടെ അവനെ അകലം പാലിക്കണം. ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നോക്കുക, അബ്രഹാമിൻ്റെ ഇടയന്മാരും ലോത്തിന്റെ ഇടയന്മാരും തമ്മിൽ എന്തുണ്ടായി? പിണക്കമുണ്ടായി. കാര്യം എന്താണ്? രണ്ടുപേർക്കും സമ്പത്ത് വർദ്ധിച്ചു. സമ്പത്ത് വർദ്ധിപ്പിച്ചപ്പോഴത്തേക്ക് ഈ ലോത്തിന്റെ ഭാര്യയ്ക്ക് ഒരു ചെറിയ ബാക്കടി. എന്താണെന്നറിയാമോ? വേറൊന്നുമല്ല, ഇങ്ങനെ പോയി കഴിഞ്ഞാൽ എല്ലാം അബ്രഹാമിൻ്റെതാകും, ഞങ്ങൾക്കൊന്നും കിട്ടത്തില്ല. ഒരു കളി കളിക്കാം, ഒരു പിണക്കം ഉണ്ടാക്കാം. അവളാണ് അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത്. തമ്മിൽ പിണക്കമുണ്ടാക്കി. അതാര് മനസ്സിലാക്കി? അബ്രഹാം വിളിച്ചു ലോത്തിനെ, ഇവ നമുക്ക് തമ്മിൽ പിണക്കം വേണ്ട. നീ ഇടത്തോട്ടെങ്കിൽ ഞാൻ വലത്തോട്ട്, നീ വലത്തോട്ടെങ്കിൽ ഞാൻ. വാസ്തവത്തിൽ ഞാനാണ് എന്ത് പറയുമായിരുന്നു അറിയാമോ? നിനക്കറിയാമല്ലോ, നിന്നെ കൂട്ടിക്കൊണ്ട് വന്നത് ഞാനാണ്. നീ ആർക്കും വേണ്ടാതെ കിടന്നപ്പോൾ ഞാൻ നിന്നെ വിളിച്ചോണ്ട് വന്നതാ. അപ്പൊ ഞാൻ പറയുന്നു നീ അങ്ങോട്ട് പോ, അങ്ങോട്ട് പോ എന്ന് ഞാൻ പറയുമായിരുന്നു അല്ലേ? കാര്യം എന്താണ്? നമ്മൾ അങ്ങനെ ചിന്തിക്കുന്നത്. പക്ഷേ അബ്രഹാമിന്റെ വിശ്വാസം ദൈവത്തിലായിരുന്നത് കൊണ്ട് അവൻ പറഞ്ഞു, നീ ഇടത്തോട്ടെങ്കിൽ ഞാൻ വലത്തോട്ട്, നീ വലത്തോട്ടെങ്കിൽ. കാര്യം എന്താണ്? വലത്തായാലും ഇടത്തായാലും അബ്രഹാമിനെ അനുഗ്രഹിക്കുവാൻ ദൈവത്തിന് കഴിയും. ഒരമേൻ പറഞ്ഞാട്ട്, വലത്തായാലും ഇടത്തായാലും അബ്രഹാമിനെ അനുഗ്രഹിക്കുവാൻ ദൈവത്തിന് കഴിയും. മക്കളെ, ചില കാര്യങ്ങള്, ചില നഷ്ടങ്ങളൊക്കെ സഹിച്ചു പോകണം. നീ ഒന്നും ഭാരപ്പെടരുത് കേട്ടോ. ഞാൻ ഇപ്പോഴും ഓർക്കാറുണ്ട്, പറയാൻ പറ്റാത്ത, പറയാൻ പാടില്ലെങ്കിലും പറയുകയാണ്, പറഞ്ഞേ പറ്റൂ.
എൻ്റെ അമ്മ എന്നെ നിറവയറോടിരിക്കുമ്പോൾ എൻ്റെ അമ്മാച്ചൻ്റെ ഭാര്യ എൻ്റെ അമ്മയെ നിഷ്ഠൂരം രാത്രിയിൽ ഇറക്കി വിട്ടു വീട്ടിൽ നിന്ന്. ഞാൻ എല്ലാം കാണുന്നുണ്ട് പൊക്കിളിൽ കൂടെ. എൻ്റെ അമ്മയെ, ഞാൻ അകത്ത് കിടക്കുമ്പോൾ എൻ്റെ അമ്മയെ ഇറക്കി വിട്ടു. അമ്മ വല്ലാതെ ഭാരപ്പെട്ടു. അവരുടെ ചിന്ത എന്നറിയാമോ? ആ സ്വത്ത് അമ്മയ്ക്ക് പങ്കുവെക്കേണ്ടി വരും. അതുകൊണ്ട് നേരത്തെ എന്ത് ചെയ്യണം? അവരെ ഒഴിവാക്കണം. നോക്കുക, അവരെ ഇന്ന് കിടക്കുന്ന ഗതികേട് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പോലും സങ്കടം വരും. വിൽക്കാനൊക്കുവോ? ഒക്കത്തില്ല. ജീവിക്കാനൊക്കുവോ? യോ, പന്നക്കൂട്ടങ്ങളുടെ ഇടയിൽ കിടന്ന് വല്ലാതെ കിടന്നു. ഞാൻ പറഞ്ഞത് നിന്നെ ആരെങ്കിലും നിന്ദിക്കുന്നെങ്കിൽ, ഒഴിവാക്കുന്നെങ്കിൽ ഓർത്തോളം നിന്റെ ഭാവി ധന്യമാകാൻ പോവാ. ഇത് പറയാൻ പാടില്ല, പ്രിയ സത്യമാണെങ്കിലും പറഞ്ഞേ പറ്റൂ. കാര്യം എന്താണ്? അത് പറയണമെന്ന് ദൈവത്തിന് നിശ്ചയമുണ്ട്. നിന്നെ ആർക്കും ഒതുക്കാൻ കഴിയത്തില്ല മക്കളെ. നിന്റെ അനുഗ്രഹത്തെ ഒന്നോ രണ്ടോ ദിവസം ദുഃഖിപ്പിക്കാൻ കഴിയും. നിന്നെ മാനിക്കുന്ന ഒരു ദൈവമുണ്ട്. നിന്നെ മാനിക്കുന്ന ആരെല്ലാം ഒഴിവാക്കട്ടെ, ആരെല്ലാം ചതിക്കട്ടെ, ആരെല്ലാം വഞ്ചിക്കട്ടെ, അവസാന കണക്കെടുപ്പിൽ നീ ആയിരിക്കും സമ്പന്നൻ. നിന്നെ കാണുന്ന, കേൾക്കുന്ന, നിന്റെ പ്രതികൂലങ്ങളെ അറിയുന്നൊരു ദൈവമുണ്ട്. നീ വിഷയം ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചാൽ മാത്രം മതി. അവസാനം നീ ആയിരിക്കും സമ്പന്നൻ. നോക്കുക, അബ്രഹാം ഒന്നും നോക്കിയില്ല. നീ വലത്തോടെങ്കിൽ വലത്തോട്ട് നോക്കിയപ്പം ആള് നോക്കിയപ്പോ ഒരു നല്ല തീരുമാനം ആര് പറഞ്ഞിരിക്കുന്നു? അബ്രഹാം. അവൻ നോക്കിയപ്പം എന്താ, സോദോം ഗോമോറ നല്ല നീരോട്ടമുള്ള പ്രദേശം. അവൻ കിഴക്കോട്ട് പോവാൻ വേഗത്തിൽ അവൻ പറയേണ്ട എന്തായിരുന്നു? ഇല്ല, അബ്രഹാമേ, എൻ്റെ ഭാര്യയുടെ ഭാഗത്ത് നിന്ന് അവിശ്വാസം വന്നു, ഞാനതിൽ ക്ഷമ ചോദിക്കുന്നു. ഞാൻ എൻ്റെ ഇടയന്മാരെല്ലാം മാറ്റാൻ പോവുകയാണ്. അന്ന് പിണക്കമുണ്ടാക്കിയമാരെല്ലാം പിരിച്ചു വിട്ടിട്ട് നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകാം എന്ന് പറയേണ്ടവനാണ് ആര്? ലോത്ത്. പറഞ്ഞില്ല. അങ്ങനെ പറഞ്ഞിരുന്നുവെങ്കിൽ ഒരു ശപിക്കപ്പെട്ട 2 ജാതികൾ ലോകത്ത് ഉണ്ടാകത്തില്ലായിരുന്നു. 2 ശപിക്കപ്പെട്ട ജാതി ഉണ്ടായി. ആര് മുഖാന്തരം? ലോത്ത് മുഖാന്തരം. അല്പം ദ്രവ്യാഗ്രഹത്തോടെ പ്രവർത്തിച്ചത് കൊണ്ടാണ് അത് സംഭവിച്ചത്. അബ്രഹാമേ, നീ ദൈവമായി ബന്ധമുള്ളവനാണ്, നമുക്ക് ഒരുമിച്ച് പോകാം. നോക്കുക, നമ്മൾ ഒരുമിച്ച് നീങ്ങിയപ്പോൾ നമ്മുടെ സമ്പത്ത് വർദ്ധിച്ചില്ലേ? നമ്മളെ ലോകത്തിന് ഉൾക്കൊള്ളാൻ കഴിയാത്ത നിലവാരങ്ങൾ നമ്മുടെ സമ്പത്ത് വർദ്ധിച്ചില്ലേ? അല്പം കൂടെ നാം ഒരുമിച്ച് നിന്നാൽ എത്രയധികം സമ്പത്ത് വർദ്ധിക്കും. അവൻ നീക്കി എങ്ങോട്ട് പോയി? സോദോം ഗോമോറയിലേക്ക് പോയി. എന്നാൽ അബ്രഹാം അവിടെ തന്നെ നിന്നു. അപ്പോൾ ദൈവം അവന് പ്രത്യക്ഷനായി. എൻ്റെ ദൈവം പറഞ്ഞ കാര്യം കേൾക്കണോ? നിന്റെ സഹോദരൻ കിഴക്കോട്ട് പോയല്ലേ മോനെ, നീ ഭാരപ്പെടേണ്ട. തലപൊക്കി കിഴക്കോട്ടും വടക്കോട്ടും തെക്കോട്ടും പടിഞ്ഞാറോട്ടും നോക്കുക. നീ നിൽക്കുന്ന സ്ഥലം നിന്റെ അവകാശമായി മാറോ. അവൻ കിടന്ന് ഓടുന്ന കാഴ്ച നിനക്ക് കാണേണ്ടി വരും. അബ്രഹാമേ, നിന്നെ സഹായിക്കുന്ന ദൈവം ഞാനാണ്, എനിക്ക് മാറ്റമില്ല. ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനായ ദൈവത്തെയാണ് നീ സേവിക്കുന്നത്. നിന്നെ ആ പട്ടണം വിട്ട ഊരിൽ നിന്ന് പുറപ്പെടുവിച്ച് പാലും തേനും ഒഴുകുന്ന ദേശത്ത് കൊണ്ടുവരുന്നെങ്കിൽ നിന്നെ മാനിക്കുവാൻ ഞാൻ ശക്തനാണ്. നോക്കുക, അബ്രഹാമിന്റെ അനുഗ്രഹം പ്രാപിച്ചു വന്ന് ഒന്നാമത്തെ കാര്യം വാഗ്ദത്തം മുറുകെ പിടിച്ച് എവിടെ പോയി അവിടെ എല്ലാം യാഗപീഠം പണിതു. മൂന്നാമത്തെ പിണക്കമുള്ളതിനെ സ്നേഹത്തോടെ ഒഴിവാക്കി എന്ന് പറഞ്ഞ് അവനുമായിട്ട് ബഹളം ഉണ്ടാക്കിയോ? അവനുമായിട്ട് അടിയുണ്ടാക്കിയോ? ഇല്ല, സ്നേഹത്തോടെ ഒഴിവാക്കി. അവൻ്റെ ഒരു സങ്കട സമയത്ത് സഹായിക്കുകയും ചെയ്തു അല്ലേ? അവനെ പിടിച്ചോണ്ട് പോയി. ആരെ? ശത്രുക്കൾ. ആരെ പിടിച്ചോണ്ട് പോയി? ലോത്തിനെ. നോക്കുക, അബ്രഹാമുമായി ജീവിച്ചപ്പോൾ ലോത്തിനെ ആരെങ്കിലും പിടിച്ചോണ്ട് പോയോ? അബ്രഹാമിനെ വിട്ട് എന്നവൻ പുറപ്പെട്ടു പോയോ അന്ന് തൊട്ട് ദുരിതം തുടങ്ങി. ആർക്ക്? ലോത്തിന്. പിടിച്ചോണ്ട് പോകുന്നു, ഇതാ തീമഴ പെയ്യുന്നു, ഇതാ വീട്ടിൽ കയറി ആൾക്കാരെ ശത്രുക്കളെ വീട്ടിനകത്ത് കയറി പിടിക്കാൻ വരുന്നു. എന്തെല്ലാം കാര്യമാണ്. അബ്രഹാമായി ജീവിച്ച കാലത്ത്
ഒരു പ്രശ്നങ്ങളുമില്ല, വർധനവ് മാത്രമേ ഉള്ളൂ. അപ്പോൾ പിണക്കമുള്ളതിനെ സ്നേഹത്തോടെ എന്ത് ചെയ്യണം? ഒഴിവാക്കുക. എന്നാൽ ഒരു 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 അന്യനെ പോലെ കാണാനും പാടില്ല. ഒരു അകലമുണ്ടെങ്കിൽ പോലും എന്തെങ്കിലും പ്രയാസം വന്നാൽ ഓടിച്ചെന്ന് ആരെ സഹായിക്കണം? ലോത്തിനെ സഹായിക്കണം. ഇതെപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. വീണ്ടും ദൈവം പറഞ്ഞു കൊടുത്ത വിശ്വാസത്തിന്റെ പ്രവൃത്തി ചെയ്തു. ദൈവം പറഞ്ഞു തെക്കോട്ടും വടക്കോട്ടും കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും നോക്കാൻ പറഞ്ഞു. ദൈവം പറഞ്ഞു നെടുകയും കുറുകയും സഞ്ചരിക്കാൻ പറഞ്ഞു. അതെല്ലാം ആര് ചെയ്തു? അബ്രഹാം അതുപോലെ പോഷനെ പോലെ പൊട്ടനെ പോലെ ചെയ്തു. ദൈവം പറഞ്ഞു ആകാശത്തേക്ക് നോക്കി എണ്ണാൻ പറഞ്ഞു. നോക്കി എണ്ണി. എണ്ണാൻ കഴിഞ്ഞോ? ഇല്ല. കാര്യം എന്താണ്? എണ്ണിക്കൂടാത്ത നിലവാരങ്ങളിൽ നിന്റെ സന്തതി ഈ വണ്ണം ആകും. വീണ്ടും അഞ്ചാമത്തെ ക്വാളിറ്റി എന്താണ്? വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടു. എങ്ങനെ നീതീകരിക്കപ്പെട്ടു? ഇതാണ് വാക്യം. എന്താ പറയുന്നത്? വിശ്വാസത്താൽ അവൻ നീതീകരിക്കപ്പെട്ടു. ദൈവത്തെ വിശ്വാസത്താൽ നോക്കുക. ഇന്നത്തെ പോലെ നെറ്റ് ഉണ്ടോ? ബൈബിൾ ഉണ്ടോ? TV ഉണ്ടോ? ചർച്ചിൽ പോകാൻ ചർച്ചുണ്ടോ? ഇതൊന്നുമില്ലാത്ത കാലത്താണ് അവൻ ദൈവശബ്ദം കേട്ടത്. നിങ്ങളും ചോദിക്കും പാസ്റ്ററെ, ഞാനും പലപ്പോഴും അങ്ങനെ ആകാറുണ്ട്, ആരും സഹായമില്ലാത്ത നിലവാരങ്ങൾ. ഇപ്പോൾ എങ്ങനെയാണ് ദൈവശബ്ദം തിരിച്ചറിയാൻ കഴിയുന്നത്? അതൊരു ചോദ്യമാണ്. ഉത്തരം ഞാൻ പറയാം. ദൈവശബ്ദം എപ്പോഴും പോസിറ്റീവായിരിക്കും. പോസിറ്റീവ് പറയാൻ ആർക്ക് കഴിവില്ല? പിശാചിന് കഴിവില്ല. ഇതെപ്പോഴും ഓർക്കുക. നിങ്ങൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് എപ്പോഴെങ്കിലും പോസിറ്റീവായിട്ട് ഒരു ശബ്ദം കേൾക്കുന്നുവെങ്കിൽ ഓർത്തോണം, അത് ആര് പറയുന്നതാ? എഴുതി വെച്ചോ. പ്രാർത്ഥിക്കുന്ന സമയത്ത് നിങ്ങൾ ദൈവം പറയാം, മോളെ വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം. അത് പിശാച് പറയുന്നതല്ല, ദൈവം പറയുന്നതാ. പിശാച് പറയും, അയ്യോ അങ്ങോട്ട് പോലെ, അയ്യോ കുഴപ്പം, അയ്യോ അങ്ങോട്ടൊന്നും പോലെ, നമുക്ക് ഇവിടെ കുത്തിയിരിക്കുക. കാര്യം എന്താണ്? അവൻ നെഗറ്റീവാണ്, അവൻ ഡാർക്ക് അടിക്കുന്നവനാണ്. ദൈവം ഡാർക്ക് അടിക്കുന്നവനല്ല, അവൻ പോസിറ്റീവാണ്. അവൻ പറയുന്നു, ഞാൻ നിന്റെ ദുഃഖം സന്തോഷമാണ്. മകളെ, നീയും ഞാനുമായുള്ള ബന്ധം മെച്ചപ്പെടുത്തി പോകുമെങ്കിൽ, ശക്തിപ്പെടുത്തി പോകുമെങ്കിൽ ഞാൻ നിന്നെ പട്ടണത്തിൽ അത്ഭുത വിഷയമാക്കി മാറ്റും. അസാധ്യങ്ങളെ ഞാൻ ഞങ്ങളുടെ വാത്സല്യമായ സ്നേഹിക്കുന്ന സ്വർഗ്ഗീയ പിതാവേ, നല്ല ഉച്ചസമയത്ത് ഞങ്ങൾ സ്തുതിക്കുന്നു, മഹത്വപ്പെടുന്ന കർത്താവേ. രാവിലെ സമയം മുതൽ ഈ സമയം വരെയും ദൈവത്തിൽ പ്രാർത്ഥിക്കുവാൻ, ദൈവവചനം കേൾക്കുവാൻ, അങ്ങേ സ്തുതിപ്പാൻ, ആരാധിപ്പാൻ തന്ന കൃപകൾക്കായി ഞങ്ങൾ സ്തുതിക്കുന്നു, മഹത്വപ്പെടുന്ന കർത്താവേ. കേൾപ്പിച്ച നല്ല വചനങ്ങൾക്കായി ഞങ്ങൾക്ക് നന്ദി കരയേറ്റുന്ന കർത്താവേ. ഞങ്ങൾ വചനം കേട്ടിട്ട് കർത്താവ് ഞങ്ങളെ തന്നെ ചതിക്കുന്നവരായി തീരുവാനല്ലാതെ ഞങ്ങളുടെ കർത്താവെ ദൈനംദിന ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ കർത്താവെ ഇടയാക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. അബ്രഹാമിനെ കൂട്ട് കർത്താവ് ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവെ ഹല്ലേലൂയ അബ്രഹാം ചെയ്തതുപോലെ കർത്താവ് ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്യുവാൻ ദൈവം ഞങ്ങൾക്ക് ബലപ്പെടുത്തുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ. അങ്ങിൽ തന്നെ ആശ്രയിച്ചുകൊണ്ട് ഒരു ദിവസം മുന്നേറുവാനുള്ള കൃപ അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിൽ ഒരുക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. വിശുദ്ധിയോടുകൂടി വേർപാട് കർത്താവ് വിജയകരമായ ക്രിസ്ത്യ ജീവിതം നയിപ്പാൻ അങ്ങ് ഞങ്ങൾ ഇടയാക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഞായറാഴ്ച പൽക്കാലം ഞങ്ങൾക്ക് വീണ്ടും കർത്താവ് ആരാധനയുണ്ട്. കർത്താവ് ദൈവത്തെ സത്യം ആത്മാവിനും ആരാധിപ്പാനുള്ള കൃപ ദൈവം ഒരുക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ കർത്താവിൽ ഞങ്ങളുടെ കർത്താവെ സഹോദരന്മാരെ കൂട്ടിക്കൊണ്ട് വരുത്തുമാറാകണമെന്ന് പ്രാർത്ഥിക്കും കർത്താവെ. ശുശ്രൂഷിപ്പാൻ കർത്താവെ അങ്ങയുടെ ദാസനെ ബലപ്പെട്ട കൃപകൾക്കായി ഞങ്ങൾ നന്ദി കരുതുന്ന കർത്താവെ. ഞങ്ങൾ ഈ കാണും വരെയും ഇമ്മാനുവലിന്റെ ചുനക്കി ഞങ്ങളെ പരിപാലിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. സകലവിധമായ മഹത്വവും അങ്ങേയ്ക്കായി സമർപ്പിക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടി ജീവൻ അർപ്പിച്ച യേശു ക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ താഴ്മയോടെ അപേക്ഷിക്കുന്നു. കേൾക്കണമേ സ്വർഗ്ഗീയ പിതാവേ. ആമേൻ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ക്രിസ്തുവിന്റെ കൃപയും ദൈവാത്മാവിന്റെ കൂട്ടായ്മയും